മക്കളെ ടു ലൈഫ് പ്രോസസ്സസ് എന്ന് പറയുന്ന ഒരു ബയോളജി ചാപ്റ്റർ ആണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. അപ്പം ബയോളജിയില് ഫസ്റ്റത്തെ ചാപ്റ്റർ ആണ് അല്ലെ, 9ാം ക്ലാസ്സിലെ ഫസ്റ്റത്തെ ചാപ്റ്റർ ആണ് ടു ലൈഫ് പ്രോസസ്സസ് എന്ന് പറയുന്ന ചാപ്റ്റർ. ഈ ചാപ്റ്ററിന്റെ അകത്ത് നമ്മുടെ ലൈഫില് എന്തൊക്കെ പ്രോസസ്സസ് ആണ് നടക്കുന്നത് അല്ലെ, ലൈഫ് അല്ലെ, ജീവൻ എന്ന് പറയുന്ന ലൈഫ് എക്സിസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്തൊക്കെ പ്രോസസ്സസ് ആണ് നമ്മുടെ ജീവൻ എക്സിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നടക്കുന്നതെന്നാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ നോക്കുന്നത് അല്ലെ. നിങ്ങൾക്ക് അറിയുന്നുണ്ടാവുമായിരിക്കും അല്ലെ, ലൈഫ് എന്ന് പറയുന്നത് എന്താണ്, ജീവനുള്ള ആൾക്കാരാണ് അല്ലെ, ജീവനുള്ള ആൾക്കാർക്കാണ് ലൈഫ് അല്ലെ, ലൈഫ് ലിവിങ് ആയിട്ടുള്ള ആൾക്കാർക്കാണ് ലൈഫ് അല്ലെ. സോ ആൻഡ് നോൺ ലിവിങ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ടല്ലേ. അപ്പൊ ലിവിങ് ആയിട്ടുള്ള ആൾക്കാരും ഉണ്ട്, നോൺ ലിവിങ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അതിനകത്ത് ലിവിങ് ആയിട്ടുള്ള ആൾക്കാർക്ക് എന്തൊക്കെ പ്രോസസ്സസ് ആണ് നടക്കുന്നത് എന്നാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ നോക്കുന്നത് അല്ലെ, ടു ലൈഫ് പ്രോസസ്സസ്. അപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്, സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ്, ബേസിക് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ആ ഒരു ഇമ്പോർട്ടൻസോട് കൂടി എന്ത് ചെയ്യുക, ഈ ചാപ്റ്ററിനെ അപ്രോച്ച് ചെയ്യുക. അപ്പൊ നമ്മൾ പഠിക്കാൻ പോകുന്ന ചാപ്റ്റർ ഏതാ, ടു ലൈഫ് പ്രോസസ്സസ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ചാപ്റ്റർ. ഓക്കെ, അപ്പം ഇതിനകത്ത് വരുന്നത് നമ്മുടെ സയൻസ് ഓഫ് ലൈഫ്. ഫസ്റ്റ് ഞാൻ നിങ്ങളോട് ചോദിക്കുക, ഞാൻ പറഞ്ഞു നമ്മളൊക്കെ ലിവിങ് ആണെന്നല്ലേ. നമ്മൾ ലിവിങ് ആണെന്ന് പറഞ്ഞു. ലിവിങ് ആയിട്ടുള്ള ആൾക്കാര് കുറച്ച് ഫീച്ചേഴ്സ് കാണിക്കും അല്ലെ, ലിവിങ് ആയിട്ടുള്ള ആൾക്കാർ കുറച്ച് ഫീച്ചേഴ്സ് കാണിക്കും. എന്തൊക്കെയാ നമ്മൾ ലിവിങ് ആണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ട്? നമ്മൾ ഭക്ഷണം കഴിക്കുന്നുണ്ട്, നമ്മൾ ഓടുന്നുണ്ട്, നടക്കുന്നുണ്ട്, ചാടുന്നുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ലിവിങ് ആണെന്ന് നമ്മൾ പറയുന്നത്. ആൻഡ് നോൺ ലിവിങ് ആയിട്ടുള്ള ഒരാൾക്കാരെ നിങ്ങൾ ആലോചിച്ചു, കുദ്ദ എന്റെ കയ്യിലിരിക്കുന്ന പേന കണ്ടോ നിങ്ങൾ, ഇത് നോൺ ലിവിങ് ആണല്ലേ. ഇത് വിചാരിക്കുകയാണ് എനിക്ക് ഇവിടെ നിന്ന് ഒരു 10 മീറ്റർ അകലം വരെ നടന്നിട്ട് പോണെന്ന് വിചാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പേനയ്ക്ക് തന്നെ എന്ത് ചെയ്യാൻ പറ്റുമോ, മൂവ് ചെയ്യാൻ വേണ്ടി പറ്റുമോ? ഇല്ല അല്ലെ. അപ്പൊ മൂവ്മെന്റ് എന്ന് പറയുന്ന കാര്യം ആർക്ക് മാത്രം പറ്റുന്നതാണ്, ആർക്ക് മാത്രം പോസിബിൾ ആയിട്ടുള്ളതാണ്, ലിവിങ് ആയിട്ടുള്ള ആൾക്കാർക്ക് പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. ആൻഡ് പേനയ്ക്ക് വിശക്കുവോടാ, നോൺ ലിവിങ് ആയിട്ടുള്ള പേനയ്ക്ക് വിശക്കുവോ? അപ്പൊ എനിക്ക് ഫുഡ് കഴിക്കണം എന്ന് തോന്നുവോ? ഇല്ല അല്ലെ. അപ്പം ഇതൊക്കെ എന്താണ്, ലിവിങ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രം തോന്നുകയാണ് അല്ലെ. അപ്പം അവർക്ക് എനർജി വേണം അല്ലെ, ഓരോ ആക്ടിവിറ്റീസ് ചെയ്യാൻ വേണ്ടിയിട്ട് എനർജി വേണം, ഫുഡ് കഴിക്കണം അല്ലെ. വേറെ എന്തൊക്കെ കാര്യങ്ങളാ ലിവിങ് ആയിട്ടുള്ള ആൾക്കാരും നോൺ ലിവിങ് ആയിട്ടുള്ള ആൾക്കാരും തമ്മിലുള്ള വ്യത്യാസങ്ങൾ? ലിവിങ് ആയിട്ടുള്ള ആൾക്കാർക്കാണെങ്കിൽ ബ്രീത്ത് ചെയ്യണം അല്ലെ. ബ്രീത്ത് ചെയ്യാതെ എന്ത് ചെയ്യാൻ പറ്റില്ല, എക്സിസ്റ്റ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്കൊന്ന് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? നിങ്ങൾക്ക് ഒരു 1 മിനിറ്റിലൊന്നും കൂടുതൽ എന്തായാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ബ്രീത്ത് ഹോൾഡ് ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റില്ല. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങളോട് എന്ത് ചെയ്യും? നിങ്ങളോട് പെട്ടെന്ന് എന്തായി പോകും, ശ്വാസം എടുത്ത് പോകും. അപ്പൊ ലിവിങ് ആണ്. ഇനി ശ്വാസം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താ, ഡെത്ത് എന്നാണ് അല്ലെ. അപ്പൊ നമുക്ക് എന്താണ്, ലിവിങ് ആണെന്നുണ്ടെങ്കിൽ എന്താണ്, നമുക്ക് ശ്വാസം കിട്ടിയേ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് ബ്രീത്ത് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു 10 സെക്കൻഡ് 20 സെക്കൻഡ്സ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ബ്രീത്ത് ഹോൾഡ് ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റുള്ളൂ അല്ലെ. സോ ബ്രീത്തിങ് അല്ലെങ്കിൽ റെസ്പിറേഷൻ എന്ന് പറയുന്ന കാര്യം കേട്ടോ, നിങ്ങൾ കേട്ടിട്ടുണ്ടോ ആ വേർഡ് റെസ്പിറേഷൻ? റെസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? റെസ്പിറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റെസ്പിറേഷൻ ഞാൻ ഇവിടെ എഴുതിയിട്ടില്ലേ, റെസ്പിറേഷൻ എന്ന് പറയുന്ന കാര്യം ലിവിങ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രം പോസിബിൾ ആണ് അല്ലെ. ശ്വാസം എടുക്കുക വിടുക എന്നൊക്കെ പറയുന്നത് നമ്മള് മനുഷ്യന്മാര് ലിവിങ് ആണ്. റെസ്പിറേഷൻ അല്ലെങ്കിൽ ബ്രീതിങ് എന്ന് പറയും അല്ലെ. സിമ്പിൾ ആയിട്ട് നമ്മൾ പറയുന്ന പേരാണ് എന്ത്, ബ്രീത്തിങ് അല്ലെ. റെസ്പിറേഷൻ ഓർ ബ്രീത്തിങ്. ആൻഡ് മൂവ്മെന്റ് നമ്മൾ പറഞ്ഞു അല്ലെ. മൂവ്മെന്റ് എന്ന് പറയുന്നത് കൈ അനക്കാൻ പറ്റുന്നത്, കാൽ അനക്കാൻ പറ്റുന്നത്, ഫുഡ് കഴിക്കാൻ പറ്റുന്നത് അല്ലെ, മുടി ചെയ്യാൻ പറ്റുന്നത്, ഇതൊക്കെ നമ്മൾ നടത്തുന്ന മൂവ്മെന്റ് ആണ്. ഇനി നമുക്ക് ലോക്കോമോഷൻ ഉണ്ട് അല്ലെ, ലൈക്ക് നമ്മൾ നടന്നു പോകുന്നുണ്ട് അല്ലെ. നമുക്കിപ്പോൾ എല്ലാ ആൾക്കാർക്കും പറ്റണം എന്നില്ല കേട്ടോ, ലിവിങ് ആയിട്ടുള്ള എല്ലാ ആൾക്കാർക്കും നടന്നു പോകാൻ പറ്റണം എന്ന് നമുക്ക് നിർബന്ധം പിടിക്കാൻ വേണ്ടി പറ്റില്ല. പ്ലാന്റ്സ് ഒക്കെ എന്താ നടന്നു പോകുന്നുണ്ടോ? പ്ലാന്റ്സ് ഇല്ല അല്ലെ, അവരൊരു സ്ഥലത്ത് ഫിക്സഡ് ആയിട്ട് നിൽക്കുക അല്ലെ. എന്നിട്ട് അവിടെ നിന്ന് എന്ത് ചെയ്യും, ഗ്രോ ചെയ്യും അല്ലെ. പ്ലാന്റ്സ് ഒക്കെ എന്ത് ചെയ്യും, ചെറിയ പ്ലാന്റ് ആയിരിക്കും ഫസ്റ്റ് ഉണ്ടാവുക, എന്നിട്ട് പ്ലാന്റ് എന്ത് ചെയ്യും, വലുതായി വളർന്ന് വരും. നമ്മളും അങ്ങനെയല്ലേ, ലിവിങ് ആയിട്ടുള്ള നമ്മളും അങ്ങനെ തന്നെയാണ്. ഫസ്റ്റ് ഒരു കുഞ്ഞിവാവ ആയിരിക്കും അല്ലെ. കുഞ്ഞിവാവ എന്ത് ചെയ്യും, വലുതായി എന്ത് ചെയ്യും, നല്ല അഡൽട്ടിലായിട്ട് മാറും അല്ലെ. സോ നമുക്കൊക്കെ എന്തുണ്ട്, ഗ്രോത്ത് ഉണ്ട്, പിന്നെന്തുണ്ട്, മൂവ്മെന്റ് ഉണ്ട്, പിന്നെന്തുണ്ട്, റെസ്പിറേഷൻ ഉണ്ട്, വേറെന്താ ഉള്ളത്, റെസ്പോൺസ് ഉണ്ട്. എന്താ മക്കളെ റെസ്പോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, റെസ്പോണ്ട് ചെയ്യും അല്ലെ. നമ്മൾ എല്ലാത്തിനും എന്ത് ചെയ്യും, റെസ്പോണ്ട് ചെയ്യും. ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ,
നമുക്ക് റിഫ്ലെക്സ് ആക്ഷൻ ഒക്കെ ഉണ്ട്. റിഫ്ലെക്സ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? ഞാനിപ്പോ തീയിൽ കൈ വെച്ച് എന്നോട് അറിയാതെ കുറച്ച് ചൂടുള്ള എന്തെങ്കിലും തീയിലോ അല്ലെങ്കിൽ ചൂടുള്ള ഒരു ചായയോ അല്ലെങ്കിൽ ചൂടുള്ള എന്തെങ്കിലും ഒരു സാധനം എന്നോട് ടച്ച് ചെയ്ത് പോയി കഴിഞ്ഞാല് ഞാൻ എന്ത് ചെയ്യും? ഞാൻ പെട്ടെന്ന് കൈ വലിക്കും അല്ലേ? അങ്ങനെ ഞാൻ എന്ത് ചെയ്യും? റെസ്പോണ്ട് ചെയ്യും. ഇനി അതേ സ്ഥാനത്ത് ഞാനിപ്പോ അടുപ്പിൽ വെക്കുന്ന വിറക് അല്ലേ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാധനമൊക്കെ അല്ലെങ്കിൽ കടലാസ് പേപ്പറൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ തീ കാണിച്ച് തീ കൊളുത്തി കഴിഞ്ഞാല് അത് അയ്യോ എന്ന് പറഞ്ഞ് ഓടിപ്പോവോ? ഇല്ല അല്ലെ? അപ്പൊ അത് ലിവിങ്ങിന് മാത്രമുള്ള ഒരു പ്രത്യേകതയാണ് എന്താ? റെസ്പോണ്ട് ചെയ്യും അല്ലെ? എന്തൊരു സർക്കംസ്റ്റാൻസ് ആണോ, എന്താണ് സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും? റെസ്പോണ്ട് ചെയ്യില്ലേ? പിന്നെ നമുക്ക് ഹ്യൂമൻസിന് എന്നുള്ള എബിലിറ്റി ഉണ്ട്, നമുക്ക് സംസാരിക്കാനുള്ള കഴിവുണ്ട് അല്ലെ? അപ്പം ലിവിങ് ആയിട്ടുള്ള ആൾക്കാർക്ക് കുറെ ഫീച്ചേഴ്സ് ഉണ്ട്. നോൺ ലിവിങ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇതൊന്നും നമുക്ക് കാണാൻ വേണ്ടി പറ്റില്ല. അപ്പൊ മൂവ്മെന്റ് ഉണ്ട്, റെസ്പോൺസ് ഉണ്ട്, റെസ്പിറേഷൻ ഉണ്ട്, ഗ്രോത്ത് ഉണ്ട്, റീപ്രൊഡക്ഷൻ ഉണ്ട്. എന്താ മക്കളെ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? റീപ്രൊഡക്ഷൻ എന്ന് പറയുമ്പം ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലിവിങ് ആയിട്ടുള്ള ആൾക്കാർക്ക് അതുപോലെയുള്ള എന്ത് ചെയ്യാൻ പറ്റും? ഓഫ് സ്പ്രിങ്ങിനെ എന്ത് ചെയ്യാൻ പറ്റും? പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും അല്ലെ? വലിയൊരാൾക്ക് എന്തുണ്ടാക്കാൻ പറ്റും? കുഞ്ഞുവാവയൊക്കെ ഉണ്ടാവില്ലേ നമുക്ക്? ഹ്യൂമൻസിനാണെങ്കിലും പൂച്ചയാണെങ്കിലും, പൂച്ച ലിവിങ് അല്ലേ? പൂച്ചയ്ക്ക് എന്തുണ്ടാവും? പൂച്ചക്കുട്ടികൾ ഉണ്ടാവും അല്ലെ? പട്ടിക്ക് പട്ടിക്കുട്ടികൾ ഉണ്ടാവും. അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും? പുതിയ കുഞ്ഞുവാവകളൊക്കെ ഉണ്ടാവും. അതിനെയാണ് എന്ത് പറയാ? റീപ്രൊഡക്ഷൻ എന്ന് പറയാ കേട്ടോ. അപ്പൊ റീപ്രൊഡക്ഷൻ ഉണ്ട്, ഗ്രോത്ത് ഉണ്ട്, റെസ്പിറേഷൻ ഉണ്ട്, റെസ്പോൺസ് ഉണ്ട്. ഇനി ലൈക്ക് ഞാൻ പറഞ്ഞു റീപ്രൊഡക്ഷൻ ലിവിങ് ആയിട്ടുള്ള ആൾക്കാർക്കാണ് റീപ്രൊഡക്ഷൻ നടത്താൻ വേണ്ടി പറ്റുക. നോൺ ലിവിങ് ആയിട്ടുള്ള പേനയ്ക്ക് ലിവിങ് അല്ല. പേന വിചാരിക്കുമോ എനിക്ക് ഒരു കുഞ്ഞി പേനേനും കൂടെ വേണമായിരുന്നു എന്ന് വിചാരിച്ചു കഴിഞ്ഞാല് പേനയ്ക്ക് കിട്ടുമോ? ഇല്ല അല്ലെ? അപ്പം ഹ്യൂമൻസിന് അല്ലെങ്കിൽ ലിവിങ് ആയിട്ടുള്ള ആൾക്കാർക്കാണ് എന്ത് ചെയ്യാൻ പറ്റുക? റീപ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുക. അപ്പൊ നമുക്ക് സയൻസ് ഓഫ് ലൈഫ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാ മക്കളെ നമ്മൾ നോക്കുക? മൂവ്മെന്റ് ഉണ്ട്, റെസ്പോൺസ് ഉണ്ട്, റെസ്പിറേഷൻ ഉണ്ട്, ഗ്രോത്ത് ഉണ്ട്, റീപ്രൊഡക്ഷൻ ഉണ്ട്, ഇനിയും കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എക്സെട്രാ എന്നിട്ടത്. വേറെ എന്തൊക്കെയാ മക്കളെ ഉള്ളത്? ഡൈജഷൻ നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് അറിയോ എന്താ ഡൈജഷൻ? യു നോ വാട്ട് ഈസ് ഡൈജഷൻ? ഡൈജഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ കഴിക്കുന്ന ഫുഡ് അല്ലേ? നമ്മൾ ചിക്കൻ ബിരിയാണി ഒക്കെ കഴിക്കും, മാഗി നൂഡിൽസ് കഴിക്കും അല്ലെ? എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾക്ക്? കുഴിമന്തി ഒക്കെ കഴിക്കും അല്ലെ? ചോറ് കഴിക്കും. ഈ ചോറൊക്കെ എന്താണ്? വലിയൊരു ഫുഡാണ് അല്ലെ? വലിയ ഫുഡാണ്. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഫുഡൊക്കെ കഴിക്കുന്നത്? ഫുഡ് കഴിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാ? നമുക്ക് ഗ്രോത്ത് ഉണ്ടാവാൻ വേണ്ടിയിട്ട്, നമുക്ക് വേണ്ട എനർജി ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത്. ഇവിടെയുള്ള സെല്ല് അല്ലെ, എന്റെ കയ്യിലെ ഇവിടെയൊക്കെ ഉള്ള സെല്ലൊക്കെ വലുതാവാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്യാ? ഉള്ളിൽ കൂടെ ഭക്ഷണം കഴിക്കുക ചെയ്യുക അല്ലെ? ഫുഡ് കഴിക്കുക ചെയ്യുക. ആൻഡ് ഞാൻ ഇവിടുത്തെ സെല്ല് വലുതാവാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടേക്ക് ഫുഡ് എടുത്ത് കൊടുക്കുകയല്ല ചെയ്യുന്നത് അല്ലെ? ഇവിടെ ഞാൻ എന്താ ഫുഡ് തരുന്നുണ്ട്, ചോറ് തരുന്നുണ്ട്, കൈക്ക് ഞാൻ ചോറ് തരുന്നുണ്ട്. കൈ ചോറ് കഴിച്ചിട്ട് എന്ത് ചെയ്തോ? വലുതായിക്കോന്ന് ഞാൻ പറയോ? ഇല്ല അല്ലെ? ഞാന് വായിൽ കൂടെയാണ് എന്ത് ചെയ്യുക? ഫുഡ് കഴിക്കുക. അപ്പൊ വായിൽ കൂടെ കഴിക്കുന്ന ഫുഡ് എന്താവണം? സെൽസിനൊക്കെ അബ്സോർബ് ചെയ്യാൻ പാകത്തിന് കുഞ്ഞായിട്ട് മാറണം അല്ലെ? അപ്പൊ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ചോറൊക്കെ അല്ലെ, കോംപ്ലക്സ് ആയിട്ടുള്ള ഫുഡ് മെറ്റീരിയൽ നമുക്ക് ദഹിക്കാൻ പാകത്തിന് ചെറുതായിട്ട് മാറുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഡൈജഷൻ എന്ന് പറയുക. ഇത് വല്ലതും ഈ നോൺ ലിവിങ് ആയിട്ടുള്ള പേനയിൽ നടക്കുന്നുണ്ടോ? ഇല്ല. അപ്പം ഡൈജഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് ആരിൽ മാത്രമാണ് നടക്കുന്നത്? ലിവിങ് ആയിട്ടുള്ള ആൾക്കാർക്കാണ് നടക്കുന്നത്. ആൻഡ് ഓൾസോ എക്സ്ക്രീഷൻ. എന്താ എക്സ്ക്രീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? എക്സ്ക്രീഷൻ കേട്ടിട്ടുണ്ടോ? നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നമുക്ക് കുറെ വേസ്റ്റ് ഒക്കെ ഫോം ചെയ്യും അല്ലേ? ഫുഡ് കഴിക്കുന്നുണ്ട്, വേസ്റ്റ് ഫോം ചെയ്യുന്നുണ്ട്. ആ വേസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? പുറത്തേക്ക് കളയണം. അപ്പൊ വേസ്റ്റ് പ്രോഡക്ട്സിന് എന്ത് ചെയ്യണം? എലിമിനേറ്റ് ചെയ്യണം. ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എക്സ്ക്രീഷൻ എന്ന് പറയുക. അപ്പൊ ഡൈജഷൻ നടക്കുന്നുണ്ട്, എക്സ്ക്രീഷൻ നടക്കുന്നുണ്ട്, ബ്രീത്തിങ് നടക്കുന്നുണ്ട്, സർക്കുലേഷൻ നടക്കുന്നുണ്ട് അല്ലെ? സർക്കുലേഷൻ എന്താ? സർക്കുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താ? സർക്കുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബ്ലഡ് ഇങ്ങനെ ഫ്ലോ ചെയ്യുന്നുണ്ട് അല്ലേ? നമ്മുടെ ത്രൂ ഔട്ട് ബോഡി എന്ത് ഫ്ലോ ചെയ്യുന്നുണ്ട്? ബോഡി ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുന്നുണ്ട്. സോ ആ ഒരു മെക്കാനിസം എന്തിനു വേണ്ടിയിട്ടാ? ന്യൂട്രിയൻസിനൊക്കെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്? സെൽസിന് കൊടുക്കാനും സെല്ലിൽ ഫോം ചെയ്യുന്ന വേസ്റ്റ് മെറ്റീരിയൽസിനൊക്കെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്? പുറത്തേക്ക് കളയാനൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ ബോഡിയിൽ എന്തുണ്ട്? സർക്കുലേഷൻ നടക്കുന്നുണ്ട്. അപ്പം ഒരു സർക്കുലേറ്ററി സിസ്റ്റം നമുക്കുണ്ട്, ഹ്യൂമൻ ബീങ്സിനുണ്ട്, സർക്കുലേഷൻ നടക്കുന്നുണ്ട്. ആൻഡ് പ്ലാന്റ്സിനാണെങ്കിൽ സർക്കുലേഷൻ അല്ല നടക്കുക, കണ്ടക്ഷനാ നടക്കുക കേട്ടോ. പ്ലാന്റ്സിന്റെ കേസിൽ നമ്മൾ സർക്കുലേഷൻ അല്ല പറയാ, കണ്ടക്ഷൻ അല്ലേ? പ്ലാന്റ്സിന് വേണ്ട വാട്ടർ ആണെങ്കിലും മിനറൽസ് ആണെങ്കിലും ആൻഡ് ഫോം ചെയ്ത ഫുഡ് ആണെങ്കിലും ഒക്കെ എന്ത് ചെയ്യും? വേരിയസ് പാർട്സിലൊക്കെ എത്തണമെങ്കിൽ
സൈലം വഴിയും ഫ്ലോയം വഴിയും ഒക്കെ എന്ത് ചെയ്യും, കണ്ടക്ഷൻ നടക്കും. സോ ഇത്രയും കാര്യങ്ങളാണ് സയൻസ് ഓഫ് ലൈഫ് എന്ന് പറയുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് ഞാനിപ്പോൾ ലിസ്റ്റ് ചെയ്തത്? മൂവ്മെന്റ് ഉണ്ട്, റെസ്പോൺസ് ഉണ്ട്, റെസ്പിറേഷൻ ഉണ്ട്, ഗ്രോത്ത് ഉണ്ട്, റീപ്രൊഡക്ഷൻ ഉണ്ട്, ഡൈജഷൻ ഉണ്ട്, എക്സ്ക്രീഷൻ ഉണ്ട്, സർക്കുലേഷൻ ഉണ്ട്. ഇനിയും കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് ആലോചിച്ച് കഴിഞ്ഞാൽ അറിയാൻ പറ്റും അല്ലേ? വേറെയും കുറെ കാര്യങ്ങളുണ്ട്. നമുക്ക് ലിവിങ്ങും നോൺ ലിവിങ്ങും തമ്മിൽ വ്യത്യാസപ്പെടുത്താൻ വേണ്ടി പറ്റും. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ലിവിങ് ആയിട്ടുള്ള അല്ലെ സയൻസ് ഓഫ് ലൈഫ് എന്ന് പറയുന്ന കാര്യങ്ങൾ. ഓക്കെ, അപ്പൊ നമ്മള് ഈ ലൈഫിൽ നടക്കുന്ന പ്രോസസ്സുകളെ പറ്റിയിട്ടാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ വേണ്ടി പോകുന്നത്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇനി എന്താണ് സെല്ലുകൾ? നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ് അല്ലെ. സെൽസ് എന്താണ്? സെൽസ് എന്താണ്? നമ്മുടെ ബോഡി ഉണ്ടാക്കിയിരിക്കുന്ന എന്ത് വെച്ചിട്ടാണെന്ന് നിങ്ങൾക്കറിയാം, സെല്ലുകൾ വെച്ചിട്ടാണ് അല്ലെ. ഓരോരോ സെല്ലുകൾ വെച്ചിട്ടാണ് നമുക്ക് ബോഡിയിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ ഓരോ ആൾക്കാർക്ക് ഓരോ സ്ഥലത്ത് എന്തുണ്ട്, ഡിഫറെന്റ് ആയിട്ടുള്ള പല പല സെല്ലുകളുണ്ട് അല്ലെ. അപ്പൊ ബ്രെയിനിലാണെന്നുണ്ടെങ്കിൽ വേറെ ടൈപ്പ് സെല്ലാണ്. ബ്രെയിനിലുള്ള അതുപോലത്തെ സെൽസ് അല്ല, വേറെ പല സ്ഥലത്തും ഉണ്ടാവും അല്ലെ. കയ്യിലും കാലിലൊക്കെ വേറെ മസിലൊക്കെ ഉണ്ടാക്കിയിരിക്കുന്ന വേറെ സെൽസ് ആണ് അല്ലെ. അപ്പൊ എന്താണ്, ഡിഫറെന്റ് ആയിട്ടുള്ള സെൽസുകൾ ഉണ്ട്. അപ്പൊ സെല്ല് എന്ന് പറഞ്ഞാൽ എന്താ? സെല്ല് എന്ന് പറയുന്നത് നമ്മുടെ ബോഡി ഉണ്ടാക്കിയിരിക്കുന്ന സാധനം എന്ത് വെച്ചിട്ടാണ്? സെല്ല് വെച്ചിട്ടാണ്. സെൽസ് ആർ ദ ബേസിക് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ലൈഫ്. നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. സെൽ എന്ന് പറയുന്നത് ബേസിക് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ലൈഫ്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. സെൽ ഈസ് ദി ബേസിക് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ലൈഫ്. ലൈഫിന്റെ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ആണ് സെല്ലുകൾ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ സെല്ല് ഇല്ല എന്നുണ്ടെങ്കിൽ ലൈഫ് ഇല്ല. അപ്പൊ ലൈഫ് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തുണ്ട്? സെല്ലുണ്ട് അല്ലെ. ലിവിങ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ എന്തുണ്ട്? സെല്ലുണ്ട്. ആൻഡ് cells are the basic structural and functional unit of life. Okay, and the chemical reactions essential for the existence of life mainly take place inside the cell. അപ്പം നമ്മളെ ബോഡിയിൽ ഒരുപാട് കെമിക്കൽ റിയാക്ഷൻസ് നടക്കുന്നുണ്ട് അല്ലേ. നിങ്ങൾക്ക് ആലോചിക്കുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മുടെ ബോഡിയിൽ ഒരുപാട് കെമിക്കൽ റിയാക്ഷൻസ് നടക്കുന്നുണ്ടെന്ന് അല്ലേ. കാരണം നമ്മൾ കഴിക്കുന്ന ഫുഡ് അല്ലേ, നമ്മൾ കഴിക്കുന്ന ഫുഡ് ന്യൂട്രിയൻ്റ് ആയിട്ട് മാറുന്നുണ്ട് അല്ലേ. നമ്മൾ ഫുഡ് കഴിക്കുന്നുണ്ട് അല്ലേ. നമ്മൾ ചോറൊക്കെ കഴിച്ചാൽ ചോറായിട്ടാണോ നമ്മുടെ സെല്ല് വളരാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്? അല്ല അല്ലേ. ചോറൊക്കെ എന്ത് ചെയ്യും, നന്നായിട്ട് ഡൈജസ്റ്റ് ചെയ്തു അല്ലേ, നന്നായിട്ട് ദഹനം നടന്നിട്ട് നന്നായിട്ട് ഡൈജസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യും, നമുക്ക് അബ്സോർബ് ചെയ്യാൻ പാകത്തിൽ എന്തായിട്ട് മാറും, വേറൊരു മോളിക്യൂളൊക്കെ ആയിട്ട് മാറും അല്ലേ. ആൻഡ് ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് അറിയുകയും ചെയ്യാം അല്ലേ, നമ്മുടെ വായിൽ നമ്മൾ ചോറുള്ളിലൊക്കെ വെക്കുന്ന സമയത്ത് വായിൽ എന്തുണ്ട്, സലൈവ ഉണ്ട് അല്ലേ. സലൈവ എന്ന് പറഞ്ഞാൽ എന്താ, ഉമിനീരുണ്ട് അല്ലേ. ഓക്കെ, അപ്പൊ സലൈവയായിട്ട് ഫുഡ് മിക്സ് ആവുന്നുണ്ട് അല്ലേ. അപ്പൊ വായിലുള്ളത് ഞാൻ പറഞ്ഞു സലൈവയാണെന്ന്. ആൻഡ് ഫുഡ് നേരെ ഈസോഫാഗസ് വഴി താഴേക്ക് പോകുമ്പം വേറെയും കുറെ കെമിക്കൽസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഫുഡുമായിട്ട് മിക്സ് ആവുന്നുണ്ട്. അപ്പം അവിടെയൊക്കെ എന്ത് നടക്കുന്നുണ്ട്, ഓരോരോ റിയാക്ഷൻസ് ഒക്കെ നടക്കുന്നുണ്ട് അല്ലെ. അപ്പം ഓരോരോ റിയാക്ഷൻസ് ആൻഡ് നമ്മുടെ സെല്ലുകളിൽ എന്ത് നടക്കുന്നുണ്ട്, ഓരോ കെമിക്കൽ റിയാക്ഷൻസ് ഒക്കെ നടക്കുന്നുണ്ട് അല്ലെ. അപ്പം അങ്ങനത്തെ കെമിക്കൽ റിയാക്ഷൻസ് ഒക്കെ എവിടെയാണ് നടക്കുന്നത്, സെല്ലിന്റെ ഉള്ളിലാണ് നടക്കുന്നത് അല്ലെ. അപ്പൊ സെല്ലിന്റെ ഉള്ളിൽ എന്ത് നടക്കുന്നുണ്ട്, ഒരുപാട് കെമിക്കൽ റിയാക്ഷൻസ് നടക്കുന്നുണ്ട്. And many molecules are required for the cell structure and cell functions. അപ്പം ഒരു സെൽ അല്ലേ, നമ്മൾ പറഞ്ഞു സെല്ലാണ്, സെല്ലെന്ന് പറയുന്ന സാധനമാണ്. ഒരു സെല്ലുണ്ട്, സെല്ലിൽ കുറെ സെൽ ഓർഗനൽസ് ഉണ്ടാവും. ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു സാധനം ഉണ്ടാവും, സെല്ലിന് ന്യൂക്ലിയസ് ഉണ്ടാവും അല്ലെ. ന്യൂക്ലിയസ് ഉണ്ടാവും, പിന്നെ കുറെ സെൽ ഓർഗനൽസ് ഒക്കെ ഉണ്ടാവും അല്ലേ. മൈറ്റോകോൺട്രിയോൺ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ സെൽ ഓർഗനൽസ് നിങ്ങൾക്ക് അറിയാം അല്ലെ. എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം എന്നൊക്കെ പറഞ്ഞിട്ട് സെൽ ഓർഗനൽസും ഉണ്ട്. അപ്പം സെല്ലുണ്ട്, സെല്ലിൽ ന്യൂക്ലിയസ് ഉണ്ട്. ആൻഡ് ഇതാണ് ബേസിക് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ലൈഫ്. ആൻഡ് ഇത് ഉണ്ടാക്കുന്നത് കുറെ മോളിക്യൂൾസ് വെച്ചിട്ടാണ് അല്ലെ. ഒരുപാട് സാധനം. ഇതെങ്ങനെയാ ഉണ്ടാക്കുന്നത്, ഇത് ചുമ്മാ ഉണ്ടാവോ? ഇല്ല, ഇതിനകത്ത് എന്തുണ്ട്, കുറെ ആൾക്കാരുണ്ട്. എന്തൊക്കെയാ? These molecules are formed by the various combination of elements such as carbon ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്, നൈട്രജൻ ഉണ്ട്, ഫോസ്ഫറസ് ഉണ്ട്, കാൽഷ്യം ഉണ്ട്. അപ്പം ഇത്രയും ആൾക്കാർ, ഇവരൊക്കെ നിങ്ങൾ കെമിസ്ട്രിയിലൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ. കാർബൺ, ഹൈഡ്രജൻ, നൈട്രജൻ, ഓക്സിജൻ, കാൽഷ്യം, ഇവരൊക്കെ നിങ്ങൾ കെമിസ്ട്രിയിൽ നിങ്ങൾ പരിചയപ്പെടുന്ന ആൾക്കാരാണ്. അപ്പം ഇവരൊക്കെ ചേർന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇവരൊക്കെ എത്ര ചെറുതാ അല്ലേ, കുഞ്ഞാണ് അല്ലേ കാണാൻ വേണ്ടിയിട്ട്. അപ്പം അത്രയും ചെറുതായിട്ടുള്ള ആൾക്കാരൊക്കെ കമ്പൈൻ ചെയ്തിട്ട് സെല്ലെന്ന് പറയുന്നത് പോലെ എന്താണ്, വളരെ ചെറുതാണ് അല്ലെ, നമുക്ക് കാണാനൊന്നും പറ്റുന്നില്ല അല്ലെ. നമ്മൾ മൈക്രോസ്കോപ്പിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, സെല്ലൊക്കെ നോക്കുന്നത് അല്ലെ. ആൻഡ് അതുപോലെ തന്നെ
ഇത്രയും എലമെന്റ്സ് കമ്പൈൻ ചെയ്തിട്ട് ഡിഫറെന്റ് പ്രപ്പോർഷനിൽ കമ്പൈൻ ചെയ്തിട്ടാണ് ഈ സെൽസ് ഒക്കെ ഫോം ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ഓക്കെ. ആൻഡ് ബയോമോളിക്യൂൾസ് കേട്ടിട്ടുണ്ടോ? ബയോമോളിക്യൂൾസ് സിമ്പിൾ ആയിട്ടുള്ള വേർഡാണ് ബയോമോളിക്യൂൾസ്. ബയോമോളിക്യൂൾസ് എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾക്ക് അറിയാം. ബയോളജി എന്ന് പറഞ്ഞാൽ എന്താ? ബയോളജി എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾ പറയും ജീവശാസ്ത്രം എന്ന് പറയും അല്ലെ? ബയോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ജീവശാസ്ത്രം എന്ന് പറയും. ആൻഡ് അപ്പൊ നിങ്ങൾക്കറിയാം ബയോ എന്ന് പറഞ്ഞാല് ജീവനാണ് അല്ലെ? ബയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവൻ. ബയോളജി എന്നൊക്കെ നിങ്ങൾ അതുകൊണ്ട് പറയുന്നത്. ബയോ എന്ന് പറഞ്ഞാൽ എന്താ? ലൈഫ് എന്ന് നിങ്ങൾ പറയും. സോ ആൻഡ് അതിനെപ്പറ്റി ലൈഫിനെ പറ്റിയിട്ടുള്ള സ്റ്റഡി ആയതുകൊണ്ടാണ് നമ്മൾ ബയോളജി എന്ന് പറയുന്നത് അല്ലെ? ജീവനെ പറ്റിയിട്ടുള്ള സ്റ്റഡി ആയതുകൊണ്ട് ജീവശാസ്ത്രം എന്ന് പറയും. ആൻഡ് നമ്മൾ ഇവിടെ പഠിച്ചിരിക്കുന്ന വേർഡ് ഏതാ? ബയോമോളിക്യൂൾസ്. ഓക്കെ, നമ്മൾ പഠിക്കുന്നത് ബയോമോളിക്യൂൾസ് ആണ്. നിങ്ങൾക്ക് ഈ രണ്ട് വേർഡ് നിങ്ങൾക്ക് അറിയാം. ബയോ എന്ന് പറഞ്ഞാൽ ലൈഫ് എന്നറിയാം. മോളിക്യൂൾസ് എന്ന് പറയുന്നത് നിങ്ങൾ കെമിസ്ട്രിയിലൊക്കെ കണ്ടിട്ടുണ്ട് അല്ലെ? മോളിക്യൂളുകൾ ഉണ്ടാവുന്നതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പം ലൈഫിന്റെ മോളിക്യൂൾസ് ആണ് നമ്മൾ ബയോമോളിക്യൂൾസ് അല്ലെ? അപ്പൊ എന്താ ബയോമോളിക്യൂൾസ് നിങ്ങൾ നോക്കിയേ. കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ലിപ്പിഡ് and nucleic acid are the basic building blocks of life. These are known as biomolecules. അപ്പം നമ്മുടെ ലൈഫിന്റെ ബിൽഡിംഗ് ബ്ലോക്ക് അല്ലെ? നമ്മുടെ ലൈഫിന്റെ ബിൽഡിംഗ് ബ്ലോക്ക് എന്ന് പറയുന്ന ആൾക്കാർ ആരൊക്കെയാ? കാർബോഹൈഡ്രേറ്റ് ഉണ്ട്, പ്രോട്ടീൻ ഉണ്ട്, ലിപ്പിഡ് ഉണ്ട്, ന്യൂക്ലിക് ആസിഡ് ഉണ്ട്. അപ്പം കാർബോഹൈഡ്രേറ്റ് ഉണ്ട്, പ്രോട്ടീൻ ഉണ്ട്, ലിപ്പിഡ് ഉണ്ട്, ന്യൂക്ലിക് ആസിഡ് ഉണ്ട്. ഇത്രയും സാധനങ്ങൾ ചേർന്നിട്ടാണ് ലൈഫ് ഉണ്ടാവുന്നത് അല്ലെ? അതുകൊണ്ടാണ് ബിൽഡിംഗ് ബ്ലോക്ക് എന്ന് പറയുന്നത് അല്ലെ? ബിൽഡിംഗ് ഉണ്ടാക്കുന്ന ബ്ലോക്ക്. ബിൽഡിംഗ് ബ്ലോക്ക് ആണ് എന്ത്? ബിൽഡ് ചെയ്തെടുക്കുന്ന ആളാണ് എന്ത്? ഇത്രയും പറഞ്ഞ സാധനങ്ങൾ. കാർബോഹൈഡ്രേറ്റ്, ലിപ്പിഡ്, പ്രോട്ടീന് ആൻഡ് ന്യൂക്ലിക് ആസിഡ്. ഇവരെയാണ് നമ്മൾ എന്ത് പറയുക? ബയോമോളിക്യൂൾസ് എന്ന് പറയാം. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഇതുവരെ പഠിച്ചത്? നമ്മൾ കുറെ അങ്ങ് പറഞ്ഞിട്ട് അങ്ങ് പോയില്ലേ? എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ നമ്മൾ പറഞ്ഞത്? ഫസ്റ്റ് തന്നെ നമ്മൾ പറഞ്ഞു ലിവിങ് ആയിട്ടുള്ള ആൾക്കാരും ഉണ്ട്, നോൺ ലിവിങ് ആയിട്ടുള്ള ആൾക്കാരും ഉണ്ട്. ലിവിങ് ആയിട്ടുള്ള ആൾക്കാർ കാണിക്കുന്ന കുറെ ഫീച്ചേഴ്സ് നമ്മൾ ലിസ്റ്റ് ചെയ്തു. എന്തൊക്കെയായിരുന്നു? ഡൈജഷൻ, എക്സ്ക്രീഷൻ, മൂവ്മെന്റ്, സർക്കുലേഷൻ, റെസ്പോൺസ്, റീപ്രൊഡക്ഷൻ, ഇങ്ങനെ ഗ്രോത്ത്, ഇതൊക്കെ നമ്മൾ ലിവിങ് ആയിട്ടുള്ള ആൾക്കാർ കാണിക്കുന്ന ഫീച്ചേഴ്സ് ആണെന്ന് പറഞ്ഞു. ആൻഡ് ഓൾസോ നമ്മൾ സെൽ എന്താണെന്ന് നോക്കി. ബയോമോളിക്യൂൾ സെൽസ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഏതൊക്കെ എലമെന്റ്സിന്റെ ഡിഫറെന്റ് കോമ്പിനേഷൻസ് ആയിരുന്നു? കാർബൺ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്, നൈട്രജൻ ഉണ്ട് അല്ലെ? കാൽഷ്യം ഒക്കെ ഉണ്ട്. ആൻഡ് ഓൾസോ ബയോമോളിക്യൂൾസ് എന്താണെന്ന് നോക്കി. എന്താണ്? ലൈഫിന്റെ ബിൽഡിംഗ് ബ്ലോക്സ് ഉണ്ടാക്കിയിട്ടുള്ള ആൾക്കാർ ആരൊക്കെയാ? ലിപ്പിഡ് ഉണ്ട്, പ്രോട്ടീൻ ഉണ്ട്, കാർബോഹൈഡ്രേറ്റ് ഉണ്ട് ആൻഡ് ന്യൂക്ലിക് ആസിഡ്സ്. ഇവരെയാണ് എന്ത് പറയുന്നത്? ബയോമോളിക്യൂൾസ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ മക്കളെ? ഓക്കെ, അപ്പൊ നമുക്ക് ബയോമോളിക്യൂൾസിന്റെ കുറച്ച് എക്സാമ്പിൾസ് കേട്ടോ ഇനിയും ഉണ്ട്. നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് പഠിക്കാം. ഓക്കെ, ഇത് മസ്റ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കണം കേട്ടോ. നിങ്ങൾക്ക് ബ്ലാങ്ക് ഒക്കെ ഫിൽ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ചോദിക്കാനുള്ള ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പം ബയോമോളിക്യൂൾസ് നമ്മൾ പറഞ്ഞ ആൾക്കാർ ആരൊക്കെയാ? കാർബോഹൈഡ്രേറ്റ് ഉണ്ട്, ലിപ്പിഡ് ഉണ്ട്, പ്രോട്ടീൻ ഉണ്ട്, ന്യൂക്ലിക് ആസിഡ് ഉണ്ട്. ആരൊക്കെയാ? കാർബോഹൈഡ്രേറ്റ്, ലിപ്പിഡ്, പ്രോട്ടീന്, ന്യൂക്ലിക് ആസിഡ്. അപ്പം ഇത്രയും ആൾക്കാരാണ് എന്ത്? ബയോമോളിക്യൂൾസ് എന്ന് പറയുന്നത്. ഈ കാർബോഹൈഡ്രേറ്റ് തന്നെ കുറേ ഉണ്ട്. കാർബണും ഹൈഡ്രജനും ബേസിക് ആയിട്ടുള്ള ആൾക്കാരാണ്. കാർബോഹൈഡ്രേറ്റ് അല്ലെ? കാർബൺ ഉണ്ടാവും, ഹൈഡ്രജൻ ഒക്കെ ഉണ്ടാവും ഇതിനകത്ത്. ഓക്കെ, അപ്പൊ കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്ന ആൾക്കാർക്ക് കുറച്ച് എക്സാമ്പിൾ ആണ്. ഇത് നിങ്ങളോട് മറക്കാൻ പാടില്ല കേട്ടോ. ഇത് നിങ്ങൾ എവിടെ പോയാലും നിങ്ങൾ അറിഞ്ഞിരിക്കണം കാർബോഹൈഡ്രേറ്റുകൾ ഏതൊക്കെയാണെന്ന് അല്ലെ? കുറെ ആൾക്കാർക്ക് ഈ ഫുഡിന്റെ സാധനങ്ങൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ പഠിക്കും കേട്ടോ. കുറച്ച് അങ്ങോട്ട് എത്തുമ്പോൾ നിങ്ങൾ എന്തായാലും കാർബോഹൈഡ്രേറ്റ് ചെയ്താ, പ്രോട്ടീൻ ചെയ്താ, ഫാറ്റ് ചെയ്താന്നൊക്കെ നോക്കിയിട്ട് നിങ്ങൾ ഇനി ഫുഡ് കഴിക്കുള്ളൂ. കാരണം എന്താണ്? നിങ്ങൾ കുറച്ചും കൂടെ ബോഡിയിലൊക്കെ കുറച്ച് ശ്രദ്ധിക്കുമ്പോൾ കുറച്ച് മെലിയണം, കുറച്ച് തടിക്കണം. ഞാൻ മെലിയാൻ വേണ്ടിയിട്ട് എന്ത് ഫുഡാ കഴിക്കണ്ടേ, തടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ഫുഡാ കഴിക്കണ്ടേ എന്നൊക്കെ നിങ്ങൾ കുറച്ചും കൂടെ സ്കിൻ കളറൊക്കെ വെക്കണം, അല്ലെങ്കിൽ കുറച്ചും കൂടെ അങ്ങനെ ആവണം, കുറച്ചും കൂടി നിങ്ങൾക്ക് ഒരുപാട് എന്തുണ്ടാവും? കൺസെപ്റ്റ്സ് ഉണ്ടാവും അല്ലെ? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? ഇതിനനുസരിച്ച് ഡയറ്റീഷ്യനൊക്കെ പോയിട്ട് കാണും അല്ലെ? അല്ലെങ്കിൽ ഫുഡൊക്കെ എങ്ങനെയാ കഴിക്കേണ്ടതെന്നൊക്കെ നിങ്ങൾ നോക്കും. അപ്പൊ അവര് നിങ്ങളെടുത്ത് അപ്പൊ മെലിയാനൊക്കെ ആണെങ്കിൽ നിങ്ങളോട് പറയും നിങ്ങൾ കാർബോഹൈഡ്രേറ്റ് കുറയ്ക്കെന്ന് പറയും. അപ്പൊ നിങ്ങള് എന്താണ് കാർബോഹൈഡ്രേറ്റ് എന്ന് അറിയണ്ടേ? കാർബോഹൈഡ്രേറ്റ് കുറയ്ക്കാൻ പറയുമ്പോൾ നിങ്ങൾക്ക് കാർബോഹൈഡ്രേറ്റ് എന്താന്ന് അറിയണ്ടേ? ഓക്കെ, ആൻഡ് പ്രോട്ടീൻസ് ഒക്കെ കഴിക്കാനൊക്കെ പറയും. സോ അതാണ് കാർബോഹൈഡ്രേറ്റ്. അപ്പൊ കാർബോഹൈഡ്രേറ്റിനകത്ത് വരുന്ന ആൾക്കാരാണ് ഗ്ലൂക്കോസ് ഉണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ? ഗ്ലൂക്കോസ് എന്താ? ഗ്ലൂക്കോസ് പൗഡർ ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ? സോ ഗ്ലൂക്കോസ് ഉണ്ട്,
ഫ്രക്ടോസ് ഉണ്ട്, സൂക്രോസ് ഉണ്ട്, സ്റ്റാർച്ച് ഉണ്ട്, സെല്ലുലോസ് ഉണ്ട്. എന്തൊക്കെയാണുള്ളത്? ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, സ്റ്റാർച്ച് ഉണ്ട്, സെല്ലുലോസ് ഉണ്ട്, സൂക്രോസ് ഉണ്ട് അല്ലെ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് കാർബോഹൈഡ്രേറ്റിന്റെ അടുത്ത് വരുന്നത്. ആരൊക്കെയാണെന്ന് ഒന്ന് ഓർത്തു നോക്കിയത് നിങ്ങള്? ഗ്ലൂക്കോസ് ഉണ്ട്, ഫ്രക്ടോസ് ഉണ്ട്, സ്റ്റാർച്ച് ഉണ്ട്, സെല്ലുലോസ് ഉണ്ട് ആൻഡ് സൂക്രോസ് ഒക്കെ ഉണ്ട് അല്ലെ. ഇത്രയും കാര്യങ്ങളാണ് കാർബോഹൈഡ്രേറ്റ്സിന്റെ അകത്ത് വരുന്നത്. നെക്സ്റ്റ് നമ്മൾ ലിപ്പിഡ് നോക്കാം. ലിപ്പിഡിന്റെ അകത്ത് ആരൊക്കെയുള്ളത്? സിമ്പിൾ ആണ്. ഫാറ്റും ഉണ്ട്, ഓയിലും ഉണ്ട്. ഫാറ്റും ഉണ്ട്, ഓയിലും ഉണ്ട്. ലിപ്പിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയോ മക്കളെ? കൊഴുപ്പാണ്. സോ ലിപ്പിഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിക്കുക, കൊഴുപ്പുള്ള ആഹാരങ്ങളാണ് എന്ത്? ലിപ്പിഡ്. അപ്പം അതിനകത്ത് വരുന്ന രണ്ട് കാറ്റഗറി ആൾക്കാരാണ്, ഫാറ്റും ഉണ്ട്, ഓയിലും ഉണ്ട്. ഫാറ്റ് ആൻഡ് ഓയിലാണ് ലിപ്പിഡിന്റെ അകത്തുള്ളത്. ഫാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തമ്മിൽ എന്താ ഡിഫറൻസ് ഉള്ളത്? ഫാറ്റും ഓയിലും. ഓയിൽസ് കുറച്ചും കൂടി ലിക്വിഡ് ആയിട്ടുള്ള ആൾക്കാരാണ് എന്ത്? ഓയിൽ എന്ന് പറയുന്നത്. ആൻഡ് ഫാറ്റ് എന്ന് പറയുന്നത് എന്താണ്? സോളിഡ് സ്റ്റേറ്റിൽ റൂം ടെമ്പറേച്ചറിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ് എന്ത്? ഫാറ്റ്. അപ്പം ഓയിൽ എന്ന് പറയുന്നത് ലിക്വിഡ് ആയിട്ടും ഫാറ്റ് എന്ന് പറയുന്നത് സോളിഡ് ആയിട്ടും എക്സിസ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. എന്തായാലും നിങ്ങൾ ഓർത്ത് വെക്കുക, ലിപ്പിഡിന്റെ സബ് ഡിവിഷൻ അല്ലെങ്കിൽ ലിപ്പിഡ്സിന്റെ അകത്ത് വരുന്ന ആൾക്കാരാണ് ഫാറ്റും ഓയിലും. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് പറയുന്നത് പ്രോട്ടീൻസ്. അപ്പൊ നമ്മൾ കാർബോഹൈഡ്രേറ്റ് പഠിച്ചു, ലിപ്പിഡ് പഠിച്ചു, പ്രോട്ടീൻ പഠിച്ചു. പ്രോട്ടീൻ്റെ അകത്ത് നിങ്ങൾ ഇത് കേട്ടിട്ടുണ്ടോ? നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ കേട്ടിട്ടുള്ള വേർഡുകളായിരിക്കും, പക്ഷെ എന്താണെന്നൊന്നും ക്ലിയർ ആയിട്ട് അറിയണ്ടാവില്ല അല്ലെ. എൻസൈംസ് ഉണ്ട്, ഹോർമോൺസ് ഉണ്ട്. നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും. ഹോർമോൺ എന്നുള്ള വേർഡൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയുന്ന വേർഡുകളായിരിക്കും അല്ലെ. അപ്പം എൻസൈംസ് ഉണ്ട്, ഹോർമോൺസ് ഉണ്ട്, ആന്റിബോഡീസ്. അപ്പം എൻസൈംസ് ഉണ്ട്, ഹോർമോൺസ് ഉണ്ട്, ആന്റിബോഡീസ് ഉണ്ട്. എൻസൈംസ് ഉണ്ട്, ഹോർമോൺസ് ഉണ്ട് ആൻഡ് ആന്റിബോഡീസ് ഉണ്ട്. എന്തില്? പ്രോട്ടീൻസിന്റെ അകത്ത്. എൻസൈംസ് ഉണ്ട്, ഹോർമോൺസ് ഉണ്ട്, ആന്റിബോഡീസ് ഉണ്ട്. നെക്സ്റ്റ് ഒരു ഡിവിഷൻ എന്ന് പറയുന്നതാണ് ന്യൂക്ലിക് ആസിഡ്. ന്യൂക്ലിക് ആസിഡിന്റെ അകത്ത് DNA ഉണ്ട്, RNA ഉണ്ട്. നിങ്ങൾക്ക് അറിയുന്ന വേർഡുകളാണ് അല്ലെ. DNA RNA ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് എന്നൊക്കെ പറയും കേട്ടോ. ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്. ഇതാണ് എന്ത്? DNA, ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്. ആൻഡ് ഡിയോക്സി മാറ്റിയിട്ട് വെറും റൈബോ ന്യൂക്ലിക് ആസിഡ് ആണെന്നുണ്ടെങ്കിൽ എന്താണ് മക്കളെ? അത് RNA ആണ്, റൈബോ ന്യൂക്ലിക് ആസിഡ്. അപ്പം ന്യൂക്ലിക് ആസിഡിന്റെ അകത്ത് ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് അല്ലെങ്കിൽ DNA-യും ഉണ്ട്, റൈബോ ന്യൂക്ലിക് ആസിഡ് അല്ലെങ്കിൽ RNA-യും ഉണ്ട്. ക്ലിയർ അല്ലേ മക്കളെ ഇത്? അപ്പം നമ്മളിപ്പോൾ പഠിച്ചിരിക്കുന്നത് ബയോമോളിക്യൂൾസിന്റെ എക്സാമ്പിൾ ആണ്. ബയോമോളിക്യൂൾസ് എന്ന് പറയുന്നത് ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് ലൈഫ് ആണ്. അതിനകത്ത് കാർബോഹൈഡ്രേറ്റ് ഉണ്ട്, പ്രോട്ടീൻ ഉണ്ട്, ഫാറ്റ് ഉണ്ട്, ന്യൂക്ലിക് ആസിഡ് ഉണ്ട്. കാർബോഹൈഡ്രേറ്റിന്റെ അകത്ത് നമ്മൾ പഠിച്ചു, എന്തൊക്കെയാ പഠിച്ചത്? ഗ്ലൂക്കോസ് പഠിച്ചു, ഫ്രക്ടോസ്, സൂക്രോസ്, സ്റ്റാർച്ച്, പിന്നെന്തായിരുന്നു നമ്മൾ പഠിച്ചത്? സെല്ലുലോസ്. ആൻഡ് പ്രോട്ടീനിന്റെ അകത്ത് നമ്മൾ എൻസൈംസ്, ഹോർമോൺസ്, ആന്റിബോഡീസ്. ഫാറ്റിന്റെ അകത്ത് നമ്മൾ എന്താ പഠിച്ചത്? അല്ലെങ്കിൽ ലിപ്പിഡിന്റെ അകത്ത് നമ്മൾ എന്ത് പഠിച്ചു? ഫാറ്റ് ആൻഡ് ഓയിൽസ് പഠിച്ചു. ആൻഡ് നമ്മൾ ലാസ്റ്റ് പഠിച്ചത് ന്യൂക്ലിക് ആസിഡ്. ന്യൂക്ലിക് ആസിഡിന്റെ അകത്ത് DNA-യും ഉണ്ട്, RNA-യും ഉണ്ട്. ക്ലിയർ അല്ലേ? സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷൻ ആണ്, എക്സാമ്പിൾ ആണ്. ഓക്കെ, സിമ്പിൾ ആയിട്ട് നമ്മൾ ബയോമോളിക്യൂൾസിന്റെ എക്സാമ്പിൾ ആണ് ഇപ്പൊ പഠിച്ചത്. എന്തായാലും മസ്റ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചിട്ടിരിക്കണം കേട്ടോ. ഓക്കെ, ഇനി നമ്മള് വേറൊരു ടേം നോക്കാൻ പോവാണ്. എന്താ ടേം? എന്താ? മെറ്റബോളിസം. എന്താ മെറ്റബോളിസം എന്നറിയോ മക്കളെ? നമ്മുടെ ബോഡിയിൽ എന്തൊക്കെ കെമിക്കൽ റിയാക്ഷൻസ് നടക്കുന്നുണ്ടോ, നമ്മുടെ ബോഡിയിൽ, ഞാൻ എന്താ പറഞ്ഞത്? നമ്മുടെ ബോഡിയിൽ എന്തെല്ലാം കെമിക്കൽ റിയാക്ഷൻസ് നടക്കുന്നുണ്ടോ അതിനെ മൊത്തത്തിൽ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? മെറ്റബോളിസം. നമ്മുടെ ബോഡിയിൽ എന്തൊക്കെ കെമിക്കൽ റിയാക്ഷൻസ് നടക്കുന്നുണ്ടോ അതിന് മൊത്തത്തിൽ നമ്മൾ വിളിക്കുന്ന പേരാണ് സം ടോട്ടൽ ഓഫ് ഓൾ കെമിക്കൽ റിയാക്ഷൻസ് ദാറ്റ് ടേക്ക് പ്ലേസ് ഇൻ അവർ ബോഡി. എന്തൊക്കെ റിയാക്ഷൻസ് നമ്മുടെ ബോഡിയിൽ നടക്കുന്നുണ്ടോ, ഞാനിപ്പം കൈ ഉയർത്തുന്നു, എന്തൊക്കെ റിയാക്ഷൻ നടത്തുന്നു, ഞാൻ നടക്കുന്നു, എന്തൊക്കെ കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നു, അപ്പം എന്തൊക്കെ റിയാക്ഷൻസ് നമ്മുടെ ബോഡിയിൽ നടക്കുന്നുണ്ടോ അതിനെയാണ് നമ്മൾ മെറ്റബോളിസം എന്ന് പറയുന്നത്.
So sum total of all chemical reactions that takes place in our body അതിനെയാണ് മെറ്റബോളിസം എന്ന് പറയുന്നത്. മെറ്റബോളിസം എന്ന് പറയുന്നത് ഓക്കെ, മെറ്റബോളിസം എന്ന് പറഞ്ഞാൽ ഞാൻ എന്താ പറഞ്ഞത്, മെറ്റബോളിസം എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞത്, മെറ്റബോളിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കെമിക്കൽ റിയാക്ഷനെയും എന്താ പറയാ, മെറ്റബോളിസം എന്ന് പറയും അല്ലെ. ഇത് രണ്ട് തരത്തിലുണ്ട്. മെറ്റബോളിസം രണ്ട് ടൈപ്പ് ഉണ്ട്. അനാബോളിസവും ഉണ്ട്, കാറ്റാബോളിസവും ഉണ്ട്. അപ്പം മെറ്റബോളിസം രണ്ട് ടൈപ്പ് ഉണ്ട്, അനാബോളിസവും ഉണ്ട്, കാറ്റാബോളിസവും ഉണ്ട്. ഓക്കെ, അപ്പൊ മെറ്റബോളിസം എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ, എല്ലാ കെമിക്കൽ റിയാക്ഷൻസ്, നമ്മുടെ ബോഡിയിൽ എന്തൊക്കെ കെമിക്കൽ റിയാക്ഷൻസ് നടക്കുന്നുണ്ടോ അതിനൊക്കെ നമ്മൾ എന്താ പറയാ, മെറ്റാബോളിസം എന്നാ പറയാ. സം ടോട്ടൽ ഓഫ് ഓൾ കെമിക്കൽ റിയാക്ഷൻസ്. ആൻഡ് അത് രണ്ട് ടൈപ്പ് ഉണ്ട്, അനാബോളിസവും ഉണ്ട്, കാറ്റാബോളിസവും ഉണ്ട്. അനാബോളിസം എന്ന് പറയുമ്പോൾ ഞാൻ എപ്പോഴും ഓർക്കും എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അനാബോളിസം എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിലൊരു ആന ഉണ്ടാവും. അപ്പം ആന എന്ന് പറയുന്നത് വലുതല്ലേ അല്ലേ, ആന വലുതാ, അപ്പൊ ഒരു ആന ഉണ്ടാവുക എന്നാണ് ഞാൻ ആലോചിക്കുക. ആന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലുതാ, അപ്പൊ ഞാൻ വിചാരിക്കും ഒരു ആന ഉണ്ടാവുന്നതാണ് അനാബോളിസം എന്നാണ് ഞാൻ ഓർത്ത് വെക്കുക. പക്ഷെ എന്താ സംഭവം, അനാബോളിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചെറിയ ചെറിയ പാർട്ടിക്കിൾസ് ഒക്കെ ചേർന്നിട്ട് എന്തായിട്ട് മാറും, ഒരു ബിഗ്ഗർ യൂണിറ്റ് ആയിട്ട് മാറും. അതാണ് അനാബോളിസം. എന്താ അനാബോളിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചെറിയ ചെറിയ പാർട്ടിക്കിൾസ് ഒക്കെ ചേർന്നിട്ട് എന്ത് ചെയ്യും, ഒരു ബിഗ്ഗർ യൂണിറ്റ്, ഒരു വലിയൊരു പാർട്ടിക്കിൾ ആയിട്ട് മാറും. കൺസ്ട്രക്ഷൻ ആണ് അവിടെ നടക്കുന്നത് അല്ലെ, ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് അല്ലെ, ഒരു സാധനം ഉണ്ടാക്കുകയാണ് അല്ലെ, കൺസ്ട്രക്ഷൻ ആണ് നടക്കുന്നത്. സോ അനാബോളിസം എന്ന് പറയുന്നത് ഒരു കൺസ്ട്രക്ഷൻ ആണ്. ചെറിയ പാർട്ടിക്കിൾസ് ചേർന്നിട്ട് വലിയൊരു പാർട്ടിക്കിൾ ഉണ്ടാവുന്ന റിയാക്ഷൻസ്. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു കൺസ്ട്രക്ഷൻ നിങ്ങൾക്ക് ഓർക്കാൻ പറ്റുന്നുണ്ടോ? എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാക്കുന്നു, ഇപ്പൊ നമ്മൾ ഫുഡ് കഴിക്കുന്നു എന്ന് പറഞ്ഞു അല്ലെ, ഫുഡ് കഴിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്, നമ്മൾ വലിയൊരു കോംപ്ലക്സ് ആയിട്ടുള്ള ചോറിനെ എന്താക്കുക ചെയ്യുന്നത്, ചെറുതായിട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്. പക്ഷേ നേരെ മറിച്ച് ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ എടുത്തിട്ട് വലിയൊരു സാധനം ഉണ്ടാക്കുന്ന ഒരു റിയാക്ഷൻ നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ? അനാബോളിസത്തിന് ഞാൻ എക്സാമ്പിൾ എഴുതി തരാം, നിങ്ങൾ ആലോചിച്ച് നോക്കൂ എന്തായിരുന്നു ആ റിയാക്ഷൻ. ഫോട്ടോസിന്തസിസ് എന്താ ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഫോട്ടോസിന്തസിസ് എന്താ, കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും കൂടി ചേർന്നിട്ട് എന്ത് ഫോം ചെയ്യുന്ന ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഗ്ലൂക്കോസ് ഫോം ചെയ്യും അല്ലെ. ആരുടെ പ്രസൻസില്, ഇൻ പ്രസൻസ് ഓഫ് സൺലൈറ്റ് അല്ലെ, സൺലൈറ്റിന്റെ പ്രസൻസില് ക്ലോറോഫില്ല് വെച്ചിട്ട്, എന്താ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ റിയാക്ഷൻ, സൺലൈറ്റിന്റെ പ്രസൻസില് ക്ലോറോഫില്ല് വെച്ചിട്ട് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും കൂടി ചേർന്നിട്ട് എന്ത് ഫോം ചെയ്യും, ഗ്ലൂക്കോസ് ഫോം ചെയ്യും അല്ലെ. കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും കൂടി ചേർന്നിട്ട് ഗ്ലൂക്കോസ് ഫോം ചെയ്യുന്ന ആ ഒരു റിയാക്ഷനെയാണ് നമ്മൾ ഫോട്ടോസിന്തസിസ്. അപ്പം കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, CO2 എന്ന് പറയുന്നത് എന്താണ്, ചെറിയൊരു മോളിക്യൂൾ ആണ് അല്ലെ. ആൻഡ് CO2ന്റെ കൂടെ വാട്ടർ H2O കൂടി ചേർന്നിട്ട് ഈ രണ്ട് ചെറിയ ആൾക്കാർ അല്ലെ, ഞാനതാ പറഞ്ഞ അനാബോളിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുഞ്ഞു ആൾക്കാർ ചേർന്നിട്ട് എന്തുമായിട്ട് മാറും, വലിയ ആൾക്കാർ അല്ലെ, C6H12O6 എന്ന് പറയുന്ന ഗ്ലൂക്കോസ് ഫോം ചെയ്യും അല്ലെ. സോ ഒരു വലിയ ആളെ ഫോം ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്, ഫോട്ടോസിന്തസിസ് അല്ലെ. അപ്പൊ നിങ്ങൾ നോക്കിക്കേ, കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ചേർന്നിട്ട് വലിയ അല്ലെ 6 കാർബൺ ഉള്ള ഒരു വലിയൊരു കോമ്പൗണ്ട് ഉണ്ടാവുകയാണ് ഗ്ലൂക്കോസ്. എന്താണ് ഇവിടെ നടന്നത്, അനാബോളിസം. ഇതാണ് അനാബോളിസം. അനാബോളിസം എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ, കൺസ്ട്രക്റ്റീവ് റിയാക്ഷൻസ് അല്ലെ, ഉണ്ടാക്കുക, എന്തെങ്കിലും ഒരു ചെറിയ ആൾക്കാർ ചേർന്നിട്ട് വലിയൊരു സംഭവം ഉണ്ടാക്കുന്നതിനെയാണ് നമ്മൾ അനാബോളിസം എന്ന് പറയുന്നത്. അനാബോളിസം ക്ലിയർ ആണെന്ന് മനസ്സിലാക്കുകയാണ് കേട്ടോ. ഇനി നമ്മള് നെക്സ്റ്റ് അനാബോളിസം പഠിച്ചു. നെക്സ്റ്റ് ആണ് കാറ്റാബോളിസം. കാറ്റാബോളിസം എന്ന് പറഞ്ഞാൽ എന്താ, ഇത് അനാബോളിസം ആണ് അല്ലെ, ചെറുത് ചേർന്നിട്ട് വലുതുണ്ടാവുന്നത് അനാബോളിസം ആണ്. കാറ്റാബോളിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒന്നുമില്ല, വലുത് എന്തായിട്ട് സ്പ്ലിറ്റ് ആയിട്ട് ചെറുതായിട്ട് മാറും. വലുത് സ്പ്ലിറ്റ് ആയിട്ട് എന്തായിട്ട് മാറും, ചെറുതായിട്ട് മാറും. അതാണ് എന്ത്, കാറ്റാബോളിസം. അപ്പം ചെറുത് വലുതായിട്ട് മാറുന്നത് അനാബോളിസം, വലുത് ചെറുതായിട്ട് മാറുന്നത്
കാറ്റാബോളിസം. ഇത് രണ്ടും എന്താണ്? മെറ്റാബോളിസം. അപ്പൊ മെറ്റാബോളിസത്തിന്റെ സബ് ടൈപ്സ് ആണ് അല്ലെങ്കിൽ മെറ്റാബോളിസത്തിന്റെ ടൈപ്സ് ആണ് അനാബോളിസവും കാറ്റാബോളിസവും. ആൻഡ് ഇവിടെ കാറ്റാബോളിസത്തിന്റെ ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? നിങ്ങൾക്ക് പറയാൻ പറ്റുന്നത് മുഴുവൻ കാറ്റാബോളിസത്തിന്റെ എക്സാമ്പിൾ ആയിരിക്കും അല്ലെ. പ്രോട്ടീൻ അല്ലെ, നമ്മൾ കഴിക്കുന്ന നമ്മൾ പ്രോട്ടീൻസ് ഒക്കെ കഴിക്കില്ലേ, ചെറുപയറൊക്കെ കഴിക്കുന്നില്ലേ, എഗ് വൈറ്റ് ഒക്കെ കഴിക്കുന്നില്ലേ, അതൊക്കെ പ്രോട്ടീൻ ആണ്. ആൻഡ് പ്രോട്ടീൻസ് എന്തായിട്ടാ മാറേണ്ടത്? അമിനോ ആസിഡ് ആയിട്ട് മാറണം അല്ലെ. പ്രോട്ടീൻസ് അമിനോ ആസിഡ്സ് ആയിട്ട് മാറുന്നത് എന്ത് പ്രോസസ്സാണ് മക്കളെ? കാറ്റാബോളിസം എന്ന് പറയുന്ന പ്രോസസ്സാണ്. പ്രോട്ടീൻ എന്ന് പറയുന്നത് വലിയൊരു യൂണിറ്റ് ആണ് പ്രോട്ടീൻ അല്ലെ. കുറെ അമിനോ ആസിഡുകൾ ഇങ്ങനെ കൂടി ചേർന്നിട്ടാണ്, കുറെ അമിനോ ആസിഡ് ഇങ്ങനെ ചേർന്നിട്ടാണ് എന്ത് ഫോം ചെയ്യുക? പ്രോട്ടീൻ ഫോം ചെയ്യുക. കുറെ അമിനോ ആസിഡ് ചേർന്നിട്ടാണ് പ്രോട്ടീൻ ഫോം ചെയ്യുക. അപ്പൊ ഇത് പ്രോട്ടീനാ. എന്നിട്ട് എന്ത് ചെയ്യും? ഈ അമിനോ ആസിഡ് ഇങ്ങനെ സ്പ്ലിറ്റ് ആയിട്ട് അമിനോ ആസിഡ് ആക്കി മാറ്റുന്നതിനെയാണ് എന്ത് പറയാ ഇവിടെ കാറ്റാബോളിസം എന്ന് പറയുന്നത്. എന്താണ്? വലിയൊരു മോളിക്യൂള് ചെറുതായിട്ട് മാറുന്നതാണ് കാറ്റാബോളിസം. സിമ്പിൾ അല്ലേ അനാബോളിസവും കാറ്റാബോളിസവും? അനാബോളിസം എന്ന് പറയുന്നത് എന്താണ്? വലിയൊരു ആൾക്കാരെ ഫോം ചെയ്യാണ്, ബിഗ്ഗർ യൂണിറ്റിനെ ഫോം ചെയ്യാണ്. എന്ത് വെച്ചിട്ട്? ചെറിയ ആൾക്കാരെ വെച്ചിട്ട്. ഇനി കാറ്റാബോളിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു യൂണിറ്റ് ചെറിയ യൂണിറ്റ് ആയിട്ട് മാറുന്നതാണ് കാറ്റാബോളിസം. നമുക്ക് എന്തൊക്കെ എഴുതിയിട്ടുള്ളതെന്നൊന്ന് നോക്കാം. ഇതൊക്കെ നിങ്ങളെ മനസ്സിൽ വേണേ. So, all life signs are manifested by the actions of biomolecules and many other chemical factors inside the cell. അപ്പം നമ്മുടെ ബോഡിയിലുള്ള നമ്മുടെ എല്ലാ ലൈഫ് സൈൻസും ലൈക്ക് സർക്കുലേഷൻ, എക്സ്ക്രീഷൻ, ഡൈജഷൻ, മൂവ്മെന്റ്, ഗ്രോത്ത്, ഇതൊക്കെ എന്താണ്? നമ്മുടെ ലൈഫിന്റെ സയൻസ് ആണ് അല്ലെ. ഈ സയൻസ് ഒക്കെ ഉണ്ടാവാൻ കാരണം നമ്മളെ ബയോമോളിക്യൂൾസിന്റെ ആക്ഷൻസ് ആണ് അല്ലെ. അതിൻ്റെ ഉള്ളിൽ നടക്കുന്ന കെമിക്കൽ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ കെമിക്കൽ റിയാക്ഷൻസ് കാരണമാണ്. ആൻഡ് ഓൾ സച്ച് കെമിക്കൽ റിയാക്ഷൻസ് together taking place in an organism are called metabolism. ഞാൻ പറഞ്ഞു നമ്മുടെ ബോഡിയിൽ എന്തൊക്കെ കെമിക്കൽ റിയാക്ഷൻസ് നടക്കുന്നുണ്ടോ, അതിനെയൊക്കെ ചേർത്തിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? മെറ്റാബോളിസം എന്ന് പറയുന്നത്. ആൻഡ് മെറ്റാബോളിസം രണ്ട് ടൈപ്പ് ഉണ്ട്, അനാബോളിസവും കാറ്റാബോളിസവും. മെറ്റാബോളിസം can be divided into two, anabolism which combines molecules അല്ലെ, molecules combination ആണ് അല്ലെ, which combines molecules, and catabolism which breaks down molecules. അപ്പം അനാബോളിസം എന്ന് പറയുന്നത് combines molecules and catabolism എന്ന് പറയുന്നത് which break down molecule. നമ്മൾ കണ്ടതാണ് അല്ലെ, എക്സാമ്പിൾ ഒക്കെ നമ്മൾ കണ്ടതാണ്. ഇത് ടെക്സ്റ്റിനകത്ത് ഉള്ളൊരു ചാർട്ടാണ്, ഒരു എക്സാമ്പിൾ എഴുതിയാൽ മതി നിങ്ങൾ. അപ്പൊ മെറ്റാബോളിസം എന്ന് പറയുന്നത് രണ്ട് ടൈപ്പ് ഉണ്ട്, അനാബോളിസവും ഉണ്ട്, കാറ്റാബോളിസവും ഉണ്ട്. ഇതിനകത്ത് കാറ്റാബോളിസം തന്നിട്ടുണ്ട്, ബ്രേക്കിംഗ്, നമ്മളിപ്പോ പറഞ്ഞ എക്സാമ്പിൾ അല്ലെ, ബ്രേക്കിംഗ് ഡൗൺ ഓഫ് പ്രോട്ടീൻസ്. അപ്പൊ പ്രോട്ടീൻസിന് എന്ത് ചെയ്യാണ്? ബ്രേക്ക് ചെയ്യണം. പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? കുറെ അമിനോ ആസിഡ് ഇങ്ങനെ ഒരു ചെയിൻ ആണ് എന്ത്? പ്രോട്ടീൻ. ഈ അമിനോ ആസിഡ് ചെയിനെ നമ്മൾ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് കുറെ അമിനോ ആസിഡ് ഇവർ തമ്മിൽ എന്തില്ല, ഇവരിങ്ങനെ കൈ പിടിച്ച് നിൽക്കുന്ന ആൾക്കാരുണ്ട്. കുറെ അമിനോ ആസിഡ് ഇങ്ങനെ കൈ പിടിച്ച് നിൽക്കുകയായിരിക്കും അല്ലെ, നിങ്ങൾ കാണുന്നില്ലേ? കൈ പിടിച്ചതാണ് എന്ത്? പ്രോട്ടീൻ എന്ന് പറയുന്നത്. ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യും? ബ്രേക്ക് ഡൗൺ ചെയ്യും. അതാ പ്രോട്ടീൻ ബ്രേക്സ് ഡൗൺ ഇൻ ടു അമിനോ ആസിഡ്. അപ്പം അമിനോ ആസിഡ് എന്നിട്ട് ഇവരെ കൈയൊക്കെ എന്ത് ചെയ്യാണ്? സ്പ്ലിറ്റ് ചെയ്തിട്ട് വിടിക്കുക. അതാണ് എന്ത്? കാറ്റാബോളിസം അല്ലെ, ഡിസ്ട്രക്ഷൻ ആണ് അല്ലെ. കോമ്പിനേഷൻ ആയിരുന്നു അനാബോളിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇവിടെ എന്തായിരുന്നു? അവരുടെ ഒരു കോമ്പിനേഷൻ എന്ത് ചെയ്യാണ്? ഡിസ്ട്രോയ് ചെയ്യാണ്. വലിയൊരാൾ എന്തായിട്ട് മാറാണ്? ചെറുതാക്കി മാറ്റുന്നതിനാണ് എന്ത് പറയാ? കാറ്റാബോളിസം എന്ന് പറയാ. ഇനി നിങ്ങൾ അനാബോളിസം നോക്കിക്കേ. അനാബോളിസത്തിൽ നിങ്ങൾ നോക്കിയേ, കോമ്പിനേഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ. ഞാൻ പറഞ്ഞു കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും കൂടെ കമ്പൈൻ ചെയ്തിട്ട് പ്ലാന്റ് എന്ത് ചെയ്യും? സിന്തസൈസ് ഗ്ലൂക്കോസ് യൂസിങ് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ. ഇൻ പ്രസൻസ് ഓഫ് എന്താ മക്കളെ? ഇൻ പ്രസൻസ് ഓഫ് എന്താ നമ്മൾ പറഞ്ഞത്? സൺലൈറ്റ് ആൻഡ് എവിടെ വെച്ചിട്ടാ നടക്കുക? സൺലൈറ്റും ക്ലോറോഫിൽ വെച്ചിട്ട് എന്ത് ഫോം ചെയ്യും? ക്ലോറോഫിൽ വെച്ചിട്ട് എന്ത് ഫോം ചെയ്യും? ഗ്ലൂക്കോസ് ഫോം ചെയ്യും. ഈ ഒരു പ്രോസസ്സിനെ നമ്മൾ പറഞ്ഞ പേരെന്താ മക്കളെ? ഫോട്ടോസിന്തസിസ്.
ഫോട്ടോസിന്തസിസ്. അപ്പൊ ഫോട്ടോസിന്തസിസ് ആണ് അനാബോളിസം അല്ലെ. ചെറിയ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും കമ്പൈൻ ചെയ്തിട്ട് കോമ്പിനേഷൻ നടക്കുകയാണ് അല്ലെ. കോമ്പിനേഷൻ നടന്നിട്ട് അവിടെ ഗ്ലൂക്കോസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ദാറ്റ് ഈസ് എന്താ പറയാ, അനാബോളിസം ആൻഡ് കാറ്റാബോളിസം. അനാബോളിസം ഉണ്ട്, കാറ്റാബോളിസം ഉണ്ട്. രണ്ടും കൂടെ ചേർന്നാലാണ് മെറ്റാബോളിസം എന്ന് പറയുന്നത്. ഇനി നമ്മള് എൻസൈംസ് എന്താണ് നോക്കാം. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, എൻസൈംസ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എന്താണെന്ന് അറിയോ എൻസൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? എൻസൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ബോഡിയിൽ കുറെ എൻസൈം ഉണ്ടെന്ന് പറഞ്ഞു. ആൻഡ് നമ്മുടെ സലൈവ ഇല്ലേടാ, സലൈവേന്റെ അകത്തും എന്തുണ്ട്, എൻസൈം ഉണ്ട്. സലൈവേന്റെ അകത്തുള്ള എൻസൈം ആണ് സലൈവറി അമൈലേസ്. അപ്പം സലൈവറി അമൈലേസ് എന്ന് പറയുന്ന ഇതിനകത്ത് ഉണ്ടാവുമല്ലോ, ഇതാ സലൈവറി അമൈലേസ് എന്ന് പറയുന്ന സലൈവയിലുള്ളൊരു എൻസൈം ഉണ്ട്. ആൻഡ് നമ്മള് സലൈവയിൽ മാത്രമല്ല എൻസൈം ഉള്ളത്, ഫുഡ് താഴേക്ക് പോകുന്ന സമയത്ത് സ്റ്റൊമക്കിലെത്തി, ഈസോഫാഗസിന് സ്റ്റൊമക്കിലെത്തി, സ്മോൾ ഇൻറ്റസ്റ്റൈൻ, ലാർജ് ഇൻറ്റസ്റ്റൈൻ, ഇങ്ങനെ പോകുന്ന സമയത്ത് കുറേ എൻസൈംസ് ഒക്കെ ഉണ്ട്. ഈ എൻസൈംസ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കഴിക്കുന്ന ഫുഡ് എന്ത് ചെയ്യുന്നത്. നിങ്ങൾക്ക് ആലോചിച്ചാൽ തന്നെ മനസ്സിലാവും അല്ലെ, നമ്മള് ഉരുട്ടിയിട്ട് ചോറ് വായിലേക്ക് ഇടുന്ന സമയത്ത് സലൈവയായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു ബ്രേക്ക് ഡൗൺ അവിടെ നടക്കുന്നുണ്ട് അല്ലെ. ഫുഡ് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ പല്ലുകൊണ്ട് നന്നായിട്ട് ചവച്ച് നന്നായിട്ട് ച്യൂവ് ചെയ്തെടുക്കുന്ന സമയത്ത് എന്താണ്, നമ്മൾ കഴിച്ചൊരു പരുവത്തിലല്ല നമ്മുടെ ഫുഡ് അല്ലെ, ഒരു പേസ്റ്റ് പോലെ ആയിട്ട് മാറും അല്ലെ. ആ ഒരു പേസ്റ്റ് പോലെയുള്ള സാധനം പിന്നെയും നമ്മൾ വായിലേക്ക് വിഴുങ്ങിയിട്ട് താഴേക്ക് ഈസോഫാഗസ് വഴി സ്റ്റൊമക്കിലേക്കൊക്കെ എത്തുന്ന സമയത്ത് അവിടെയും കുറെ സെക്രീഷൻസ് ഉണ്ട് അല്ലെ. ഇപ്പൊ മൗത്തിലാണെന്നുണ്ടെങ്കിൽ സലൈവയൊക്കെ ഉണ്ട്. ആൻഡ് നമ്മുടെ ഈസോഫാഗസ് അല്ല, സ്റ്റൊമക്ക് സ്മോൾ ഇൻറ്റസ്റ്റൈനിലൊക്കെ എത്തുന്ന സമയത്ത് അവിടെ നിന്ന് എന്തുണ്ട്, കുറെ സെക്രീഷൻസ് ഒക്കെ വരും. എന്നിട്ട് എന്ത് ചെയ്യും, നന്നായിട്ട് വെള്ളം എന്ത് ചെയ്യും, പേസ്റ്റ് ആയിട്ട് നന്നായിട്ട് എന്ത് ചെയ്യും, മിക്സ് ആയിട്ട് ചെറുതായിട്ട് നമ്മൾ മിക്സിയിലിട്ട് അടിച്ച മാതിരി അല്ലെ, ഭയങ്കര ചെറുതാക്കിയിട്ട് എന്താക്കും, ഭയങ്കര ചെറുതാക്കിയിട്ട് എന്ത് ചെയ്യും, നമുക്ക് സെല്ലെന്ന് പറയുന്നത് ചെറുതല്ലേടാ, ആ സെല്ല് അബ്സോർബ് ചെയ്യാൻ പാകത്തിന് ചെറുതാക്കി എടുക്കണം. അപ്പം അതിനു വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരും ആരാണ്, എൻസൈംസ് ആണ് കേട്ടോ. അപ്പൊ നമ്മുടെ സലൈവയിലും ഒരു എൻസൈം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു, സലൈവറി അമൈലേസ് എന്ന് പറയുന്ന എൻസൈം ഉണ്ടെന്ന് പറഞ്ഞു. വേറെയും കുറെ എൻസൈംസ് ഉണ്ട്. ഇതൊക്കെയാണ് എൻസൈംസ് എന്ന് പറഞ്ഞാൽ എന്താ. എൻസൈംസ് ആർ മോളിക്യൂൾസ് which helps to speed up the countless chemical reactions that takes place in organism every moment. അപ്പം എൻസൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ബോഡിയിൽ നടക്കുന്ന കുറെ കെമിക്കൽ റിയാക്ഷൻസ് ഉണ്ട് അല്ലെ. കെമിക്കൽ റിയാക്ഷൻസ്, ആ റിയാക്ഷൻസ് ഒക്കെ സ്പീഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരാണ് എന്ത്, എൻസൈംസ്. എൻസൈംസ് എന്ന് പറയുന്നത് മോസ്റ്റ് ഓഫ് ദ എൻസൈംസും എന്താണെന്നും പറയുന്നുണ്ട്, പ്രോട്ടീൻസ് ആണ്. അപ്പൊ മോസ്റ്റ് എൻസൈംസ് ആർ പ്രോട്ടീൻസ്. അപ്പം സോ എൻസൈംസ് ആർ ദ chemicals which helps in speeding up which helps to speed up the countless chemical reactions that takes place in an organism every moment. അപ്പൊ നമ്മുടെ ബോഡിയിൽ ഓരോ സെക്കൻഡിൽ എന്തുണ്ടോ ഓരോരോ റിയാക്ഷൻസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ റിയാക്ഷൻസ് ഒക്കെ സ്പീഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരാണ് എൻസൈംസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഇവിടെ പറയുന്നുണ്ട്, സലൈവറി അമൈലേസ്. നമ്മൾ പറഞ്ഞു സലൈവേന്റെ അകത്തുള്ള ഒരു എൻസൈം ആണ് സലൈവറി അമൈലേസ്, അല്ലെങ്കിൽ അതിനെ ടൈലിൻ എന്നൊക്കെ പറയും. ഓക്കെ, അപ്പൊ സലൈവറി അമൈലേസ് ഉണ്ട്, പെപ്സിൻ ഉണ്ട്, ഗ്യാസ്ട്രിക് ജ്യൂസിലുള്ള പെപ്സിൻ. ഗ്യാസ്ട്രിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അറിയോ മക്കളെ, ഗ്യാസ്ട്രിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഗ്യാസ്ട്രിക് ജ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സ്റ്റൊമക്ക് എന്നാണ് അർത്ഥം. ഗ്യാസ്ട്രിക് എന്ന് പറയുന്ന വേർഡ് എപ്പോഴും അതിന്റെ അർത്ഥം നിങ്ങൾ ഗ്യാസ്ട്രിക് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സ്റ്റൊമക്ക് എന്നാണ് മീൻ ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ സ്റ്റൊമക്കിൽ അല്ലെ, നമ്മുടെ ഫുഡ് മൗത്ത് നിന്ന് ഈസോഫാഗസ് വഴി സ്റ്റൊമക്കിൽ എത്തും ഫുഡ്. ആ സ്റ്റൊമക്കിൽ എത്തുന്ന സമയത്ത് സ്റ്റൊമക്ക് എന്ത് ചെയ്യും, കുറെ സാധനങ്ങളൊക്കെ സെക്രീറ്റ് ചെയ്യും. അതിനെയാണ് ഗ്യാസ്ട്രിക് ജ്യൂസ് എന്ന് പറയാം. സ്റ്റൊമക്ക് കുറേ സാധനങ്ങൾ, ഇപ്പം വായിലാണെങ്കിൽ സലൈവ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ലേ, അതുപോലെ സ്റ്റൊമക്കിൽ എത്തുമ്പോൾ സ്റ്റൊമക്കും കുറച്ച് സാധനങ്ങൾ സെക്രീറ്റ് ചെയ്യും. അതിനെയാണ് എന്ത് പറയാ, ഗ്യാസ്ട്രിക് ജ്യൂസ് എന്ന് പറയാ. സ്റ്റൊമക്കിന് ഗ്യാസ്ട്രിക് എന്ന് പറഞ്ഞാൽ സ്റ്റൊമക്ക് ആണ്. സ്റ്റൊമക്ക് ഒരു ജ്യൂസ് അല്ലെ. ജ്യൂസ് എന്ന് പറഞ്ഞാൽ എന്താ, ജ്യൂസ് എന്ന് പറയാൻ കാരണം എന്താ, ജ്യൂസ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ജ്യൂസ് അടിക്കുമ്പോൾ എന്തൊക്കെ സാധനങ്ങളാണ് ഇടുന്നത്, നമ്മൾ ഷുഗർ ഇടും, വെള്ളം ഒഴിക്കും. നമ്മളിപ്പോൾ ആപ്പിളിന്റെ ആണെന്നുണ്ടെങ്കിൽ ആപ്പിള് പീസാക്കിടും, അല്ലെ മാംഗോ ആണെന്നുണ്ടെങ്കിൽ മാംഗോ പീസാക്കിടും. അപ്പൊ എന്താ, ഒരു മിക്സ്ചർ അല്ലേ ജ്യൂസ് എന്ന് പറയുന്നത്. എന്താണ്, നമ്മൾ മിക്സ് ആക്കിയിട്ട് എടുക്കുന്ന സാധനമാണ് എന്താ ജ്യൂസ് എന്ന് പറയുന്നത്. അതുപോലെ സ്റ്റൊമക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു മിക്സ്ചർ, ഓക്കെ, ഒരു ജ്യൂസ് ആണ് എന്ത്, ഗ്യാസ്ട്രിക് ജ്യൂസ്. ആ ഗ്യാസ്ട്രിക് ജ്യൂസിന്റെ അകത്തുള്ള ഒരു എൻസൈം ആണ് എന്ത്, പെപ്സിൻ എന്ന് പറയുന്നത്. So salivary amylase
present in saliva and pepsin present in gastric juice. അപ്പം ഇത് രണ്ടും എന്താണ്? എൻസൈംസിന്റെ എക്സാമ്പിൾ ആണ്. അപ്പം എൻസൈംസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നമ്മുടെ ബോഡിയിൽ നടക്കുന്ന എല്ലാ കെമിക്കൽ റിയാക്ഷൻസും സ്പീഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരെയാണ് നമ്മൾ എൻസൈം എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കുക എന്താണ് ഹോർമോൺസ്. ഓക്കെ, എന്താണ് ഹോർമോൺസ്? ഹോർമോൺസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ മക്കളെ? ഹോർമോൺസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? കുറേ ഹോർമോൺസ് ഒക്കെ നിങ്ങൾ ഇഷ്ടം പോലെ കേട്ടിട്ടുണ്ടാവും ആ വേർഡൊക്കെ. ആൻഡ് ഹോർമോൺസ് ആർ chemical molecules that regulate and coordinate biological processes. നമ്മുടെ ബോഡിയിൽ നടക്കുന്ന കുറേ ബയോളജിക്കലി നടക്കുന്ന കുറേ പ്രോസസ്സ് ഉണ്ട് അല്ലെ? ആ പ്രോസസ്സിനെ ഒക്കെ റെഗുലേറ്റ് ചെയ്യും, അല്ലെങ്കിൽ അതിനെയൊക്കെ കോർഡിനേറ്റ് ചെയ്യുക അല്ലെ? ഒരു സ്ഥലത്ത് ഒരു പ്രോസസ്സ് നടക്കുന്ന നമ്മൾ കോർഡിനേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ആരാ? കോർഡിനേറ്റർ എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങളുടെ ക്ലാസ് കോർഡിനേറ്റർ ഒക്കെ ഉണ്ടാവും അല്ലെ? ക്ലാസ്സിലെ ആക്ടിവിറ്റീസ് ഒക്കെ കൺട്രോൾ ചെയ്യുന്നതും കോർഡിനേറ്റ് ചെയ്യുന്ന ഒരാളുണ്ടാവും അല്ലെ? അപ്പൊ കോർഡിനേറ്റർ ഉണ്ടാവും. അപ്പൊ കോർഡിനേറ്റർ എന്ന് പറഞ്ഞാൽ ഈ റിയാക്ഷൻസ് ഒക്കെ എന്ത് ചെയ്യുക? കോർഡിനേറ്റ് ചെയ്യുക. അങ്ങനത്തെ ആളാണ് കോർഡിനേറ്റർ. സോ ഇവിടെ ഹോർമോൺസ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ബോഡിയിൽ നടക്കുന്ന റിയാക്ഷൻസിനൊക്കെ എന്ത് ചെയ്യുക? ഒന്ന് കോർഡിനേറ്റ് ചെയ്യുക, ഒന്ന് കൺട്രോൾ ചെയ്യുന്ന ആൾക്കാരാണ് എന്ത്? ഹോർമോൺസ് എന്ന് പറയുന്നത്. ആൻഡ് these are produced by various endocrine glands. അപ്പം ഹോർമോൺസ് ആരാ മക്കളെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്ലാൻഡുകളാണ്. ആ ഗ്ലാൻഡുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് എൻഡോക്രൈൻ ഗ്ലാൻഡ്സ്. എന്താ പറയാ? എൻഡോക്രൈൻ ഗ്ലാൻഡ്സ്. അപ്പം എൻഡോക്രൈൻ ഗ്ലാൻഡ്സും ആൻഡ് എൻസൈംസ് പ്രൊഡ്യൂസ് എക്സോക്രൈൻ ഗ്ലാൻഡ്സും ഉണ്ട്, എൻഡോക്രൈൻ ഗ്ലാൻഡും ഉണ്ട്. അതിനകത്ത് എൻഡോക്രൈൻ ഗ്ലാൻഡ് ആണ് എന്ത് ഫോം പ്രൊഡ്യൂസ് ചെയ്യുക? ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുക. അപ്പൊ ഹോർമോൺസ് ഇമ്പോർട്ടന്റ് ആണ്. ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാണ്? എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് ആണ്. ഓക്കെ, അപ്പം എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് ആണ് ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾസ് ഉണ്ട്. ടെസ്റ്റോസ്റ്റിറോൺ, നിങ്ങൾക്ക് അറിയോ ഈ പേര്? ടെസ്റ്റോസ്റ്റിറോൺ നിങ്ങൾക്ക് അറിയാം അല്ലെ? മെയിൽ ഹോർമോൺ ആണ് അല്ലെ? ആൺകുട്ടികളിൽ കൂടുതലായിട്ട് ഉണ്ടാവുന്ന ഹോർമോൺ ആണ് അല്ലെ? ഈ ടെസ്റ്റോസ്റ്റിറോൺ ഹോർമോൺ കാരണമാണ് അല്ലെ മീശയും താടിയും ഒക്കെ ഉണ്ടാവുക എന്നൊക്കെ നിങ്ങൾ അറിയോ? നിങ്ങൾക്ക് ടെസ്റ്റോസ്റ്റിറോൺ ആണ് മെയിൽ ക്യാരക്ടേഴ്സ് കൂടുതലായിട്ടും കാണിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഹോർമോൺ ആണ് എന്ത്? ടെസ്റ്റോസ്റ്റിറോൺ. അതും ഒരു ലൈഫിൽ നടക്കുന്ന ഒരു പ്രോസസ്സ് അല്ലേ? ആ ഒരു പ്രോസസ്സ് നമുക്ക് നന്നായിട്ട് വിസിബിൾ ആവുന്ന രീതിയിൽ അല്ലേ ഒക്കെ കാണിച്ചു തരുന്ന ഹോർമോൺ ആണ് എന്ത്? ടെസ്റ്റോസ്റ്റിറോൺ. ആൻഡ് ഈസ്ട്രോജൻ ആൻഡ് പ്രൊജസ്റ്റിറോൺ. പ്രൊജസ്റ്റിറോൺ എന്ന് പറയുന്ന ഹോർമോൺ നിങ്ങൾക്ക് അറിയോ? പ്രഗ്നൻസി ടൈമിലൊക്കെ അല്ലെ? പ്രഗ്നന്റ് ആവുന്ന ഒരു ലേഡി ഇല്ലേ, അമ്മയ്ക്ക് ഗർഭിണി ആയിരിക്കുന്ന ഒരു സമയത്ത് ആ സ്ത്രീയില് ഏറ്റവും കൂടുതൽ ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ആ ടൈമിലാണ് അതിന്റെ പീക്ക് ടൈം എന്ന് പറയുന്നത് പ്രൊജസ്റ്റിറോൺ അല്ലെ? പ്രഗ്നൻസിക്കൊക്കെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഹോർമോൺ ആണ് എന്ത്? പ്രൊജസ്റ്റിറോൺ എന്ന് പറയുന്ന ഹോർമോൺ. ആൻഡ് ഓൾസോ ഈസ്ട്രോജൻ. ഈസ്ട്രോജൻ എന്ന് പറയുന്നതും ഫീമെയിൽസിന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഹോർമോൺ ആണ്. ഈസ്ട്രോജനും പ്രൊജസ്റ്റിറോണും ഒക്കെ ടെസ്റ്റോസ്റ്റിറോൺ കൂടുതലും മെയിൽ ക്യാരക്ടർ ഒക്കെ വിസിബിൾ ആക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഹോർമോൺ ആണ്. ദാറ്റ് കൺട്രോൾ ദി ഫങ്ഷൻ ഓഫ് 6 organs ആർ എക്സാമ്പിൾസ് ഓഫ് ഹോർമോൺസ്. അപ്പം ടെസ്റ്റോസ്റ്റിറോണ്, ഈസ്ട്രോജന്, പ്രൊജസ്റ്റിറോൺ ഇതൊക്കെ എന്താണ്? സെക്സ് ഹോർമോൺസ് ആണ് അല്ലെ? സെക്സ് ക്യാരക്ടേഴ്സ് കാണിക്കാൻ വേണ്ടിയിട്ട് അല്ലെ? സെക്ഷുവൽ ക്യാരക്ടേഴ്സ് കാണിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഹോർമോൺസ് ആണ്. ഈസ്ട്രോജൻ ഉണ്ട്, പ്രൊജസ്റ്റിറോൺ ഉണ്ട്, ടെസ്റ്റോസ്റ്റിറോൺ ഒക്കെ ഉണ്ട്. ഇതൊക്കെ എന്തിന്റെ എക്സാമ്പിളാണ് മക്കളെ? ഹോർമോൺസിന്റെ എക്സാമ്പിൾ ആണ്. അപ്പൊ നമ്മൾ എൻസൈംസും നോക്കിക്കഴിഞ്ഞു, ഹോർമോൺസ് നോക്കിക്കഴിഞ്ഞു. എൻസൈംസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നമ്മുടെ ബോഡിയിൽ നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻസ് ഒക്കെ സ്പീഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരാണ് എൻസൈംസ് എന്ന് പറയുന്നത്. മോസ്റ്റ്ലി ആരായിരുന്നു? പ്രോട്ടീൻസ് ആയിരുന്നു എൻസൈംസ് എന്ന് പറയുന്നത്. ആൻഡ് എൻസൈംസിന്റെ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ സലൈവറി അമൈലീസ് പഠിച്ചു അല്ലെ? സലൈവേന്റെ അകത്തുള്ള സലൈവറി അമൈലീസ് പഠിച്ചു. ആൻഡ് ഓൾസോ ഗ്യാസ്ട്രിക് ജ്യൂസിന്റെ അകത്തുള്ള പെപ്സിൻ ഒരു എൻസൈം ആണെന്ന് പഠിച്ചു. ആൻഡ് നമ്മൾ ഹോർമോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ നടക്കുന്ന പ്രോസസ്സിനൊക്കെ റെഗുലേറ്റ് ചെയ്യുന്ന, കൺട്രോൾ ആൻഡ് കോർഡിനേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് ഹോർമോൺസ് എന്ന് പറയുന്നത്. ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എൻഡോക്രൈൻ ഗ്ലാൻഡുകളാണെന്ന് നമ്മൾ പഠിച്ചു. ആൻഡ് ഹോർമോൺസിന്റെ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ ടെസ്റ്റോസ്റ്റിറോൺ പഠിച്ചു, ഈസ്ട്രോജൻ പഠിച്ചു, പ്രൊജസ്റ്റിറോൺ പഠിച്ചു. ഇവരെല്ലാം എന്ത് ഹോർമോൺ ആണെന്ന് പഠിച്ചു? സെക്സ് ഹോർമോൺ ആണെന്ന് പഠിച്ചു അല്ലെ? ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി
നമുക്ക് ഒരു കാര്യം ഞാൻ ചോദിക്കുകയാണ്. നമ്മള് കുറെ എന്താ ചോദിച്ചിരിക്കുന്നത്, ഹൗ സബ്സ്റ്റൻസസ് ഫ്രം ദി എക്സ്റ്റേണൽ എൻവയോൺമെന്റ് ഗെറ്റ് ഇൻസൈഡ് ദി സെൽ. നമ്മുടെ കുറെ സെല്ലുണ്ട് അല്ലെ. ഈ സെല്ലിലൊക്കെ നമുക്ക് പുറത്ത് ബ്ലഡ് സർക്കുലേറ്റ് ചെയ്തിട്ടാണല്ലേ ഈ സെല്ലിന് വേണ്ട സാധനങ്ങളൊക്കെ കൊണ്ടു കൊടുക്കുന്നത് ബ്ലഡ് ആണ് അല്ലെ. ഈ ബ്ലഡ് എങ്ങനെയാണ് ഇത്രയും സാധനത്തിനെ കൊണ്ടുപോയി എത്തിക്കുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത്. So, how substances from the external environment get inside the cell. അപ്പം ഒരു സെല്ലിന്റെ അകത്തേക്ക് എക്സ്റ്റേണൽ എൻവയോൺമെന്റിൽ നിന്നുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എത്തുന്നതെന്ന്. ഇതാരാന്ന് നിങ്ങൾക്ക് അറിയോടാ? ഇതൊരു അമീബയാണ്. ആരാണ്? അമീബ. അമീബ എന്ന് പറയുന്ന ഈ ഒരു ഓർഗാനിസത്തിന് ഒറ്റ സെല്ലേ ഉള്ളൂ അല്ലെ. നമുക്ക് എത്ര സെല്ലുണ്ട് അല്ലെ, ഹ്യൂമണിന് ഇഷ്ടം പോലെ സെല്ലുണ്ട്. പക്ഷെ ഈ അമീബയ്ക്ക് ആകെ ഒരൊറ്റ സെല്ലേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇതിനെ നമ്മൾ പറയുക യൂണിസെല്ലുലാർ. എന്താ യൂണിസെല്ലുലാർ എന്ന് പറയുന്നത്? യൂണി എന്ന് പറഞ്ഞാല് ഒറ്റ. അപ്പം യൂണിസെല്ലുലാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒറ്റ സെല്ലുള്ള ആൾക്കാരാണെന്ത്? അമീബ. അമീബ എന്ന് പറയുന്നത് എന്താണ്? യൂണിസെല്ലുലാർ ഓർഗാനിസം. ഓക്കെ, അപ്പം ഈ അമീബന്റെ യൂണിസെല്ലുലാർ ഓർഗാനിസം ആണ്. ഈ അമീബയ്ക്ക് ഫുഡൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഒറ്റ സെല്ലേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ ആലോചിച്ചു, ഈ അമീബയ്ക്ക് ഫുഡ് എടുക്കാൻ വേണ്ടിയിട്ട് മൗത്ത് ഉണ്ട്, കൈയുണ്ട്, കാലുണ്ട്, ഡൈജസ്റ്റീവ് സിസ്റ്റം ഉണ്ട് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പം ഈ അമീബയ്ക്ക് ഇതൊന്നുമില്ല, ഒറ്റ ഒരു സെല്ലേ ഉള്ളൂ അല്ലെ. അപ്പം ഈ അമീബ എങ്ങനെയാണ് ഈ അമീബയ്ക്ക് വേണ്ട ന്യൂട്രിയൻസ് എടുക്കുന്നത്? അതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പം അമീബ എക്സാമ്പിൾ. In unicellular organisms, substances from the external environment enter the cytoplasm through the cell membrane. എന്ത് വഴിയാ മക്കളെ? സെൽ മെംബ്രെയിൻ വഴിയാണ്. കണ്ടോ, ഈ സെൽ മെംബ്രെയിനിലൂടെ എന്ത് ചെയ്യും? ഇത് എക്സ്റ്റേണൽ എൻവയോൺമെന്റ്. ഈ പുറത്തുള്ള ന്യൂട്രിയൻസ് ഒക്കെ എന്ത് ചെയ്യും? അമീബയില് സെൽ മെംബ്രെയിൻ വഴി ഉള്ളിലേക്ക് എടുക്കും. ക്ലിയർ ആണോ? ഈ സെൽ മെംബ്രെയിൻ വഴി എന്ത് ചെയ്യും? അമീബന്റെ എക്സ്റ്റേണൽ എൻവയോൺമെന്റ് എന്ന് അമീബ എന്ത് ചെയ്യും? ന്യൂട്രിയൻസ്, അതിന് വായോ അല്ലെങ്കിൽ പല്ലുകളോ ഒന്നുമില്ല ഫുഡ് എടുക്കാൻ വേണ്ടിയിട്ട്. ഈ സെൽ മെംബ്രെയിൻ വെച്ചിട്ട് അമീബ അതിന് വേണ്ട ന്യൂട്രിയൻസ് ഒക്കെ എടുക്കുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് ആനിമൽസ് അല്ലെ. ആനിമൽസിന് ഒറ്റ സെല്ലാണുള്ളത്, കുറെ സെല്ലുണ്ടോ? ആനിമൽസിന് ഒരു സെല്ലാണോ, കുറെ സെല്ലുണ്ടോ? മൾട്ടി സെല്ലുലാർ ആണല്ലേ. അമീബ യൂണിസെല്ലുലാർ ആണ്, ആനിമൽസ് മൾട്ടി സെല്ലുലാർ ആണ് അല്ലെ. മൾട്ടി സെല്ലുലാർ, മൾട്ടി എന്ന് പറഞ്ഞാൽ കുറെ. മൾട്ടി സെല്ലുലാർ അല്ലെ. കുറെ സെല്ലുകൾ നിങ്ങൾ കാണുന്നില്ലേ? മൾട്ടി സെല്ലുലാർ ആണ് അല്ലെ. കുറെ സെല്ലുകൾ കാണുന്നുണ്ട്. ഈ സെല്ലിന്റെ എക്സ്റ്റേണൽ എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് കണ്ടോ നിങ്ങൾ? എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് കണ്ടോ? ഇതൊക്കെ എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡാ. എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സെല്ലിന്റെ പുറത്തുള്ള ഫ്ലൂയിഡ് അല്ലെ. ഒരു സെല്ലുണ്ടാവും, സെല്ലിന്റെ ഉള്ളില് സൈറ്റോപ്ലാസം ഒക്കെ ഉണ്ട് അല്ലെ. ആൻഡ് സെല്ലിന്റെ പുറത്ത് ഒരു സെല്ലും അടുത്ത സെല്ലും തമ്മിൽ കുറച്ച് ഗ്യാപ്പിൽ എന്തുണ്ടാവും? കുറച്ച് ഫ്ലൂയിഡ് ഉണ്ടാവും. എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് എന്നാ പറയാ. സെല്ലിന്റെ പുറത്ത് ഇൻട്രാ സെല്ലുലാർ എന്ന് പറഞ്ഞാൽ സെല്ലിന്റെ ഉള്ളിൽ അല്ലെ. ആൻഡ് എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് എന്ന് പറയുന്ന ഈ പോർഷൻ ഇവിടെ ഉണ്ട് ന്യൂട്രിയൻസ്. ഇതെങ്ങനെയാണ് ഈ സെല്ലിന്റെ ഉള്ളിലേക്ക് ആനിമൽസ് എടുക്കുന്നത്? Okay, so substances received from the external environment undergo certain changes and reach the extracellular fluid. അപ്പം എക്സ്റ്റേണൽ എൻവയോൺമെന്റിൽ നിന്ന് കിട്ടുന്ന സബ്സ്റ്റൻസ് ഒക്കെ ലാസ്റ്റ് കുറച്ച് കെമിക്കൽ ചേഞ്ച് ഒക്കെ ചെയ്തിട്ട് എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡിൽ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് എന്താ ചെയ്യുന്നത്? From there, it enters the cytoplasm through the cell membrane. അപ്പം ഈ സെല്ലിന്റെ മെംബ്രെയിൻ വഴിയാണ് എന്ത് ചെയ്യുന്നത്? ഈ ന്യൂട്രിയൻസ് ഒക്കെ നമ്മൾ എടുക്കുന്നത്. ഈ സെൽ മെംബ്രെയിന് അതിന്റെ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഈ സെല്ലിന്റെ മെംബ്രെയിൻ വഴിയാണ് എന്ത് ചെയ്യുന്നത്? ന്യൂട്രിയൻസ് ഉള്ളിലേക്ക് കയറുന്നത്. ക്ലിയർ ആണോ? അപ്പൊ നമ്മൾ യൂണിസെല്ലുലാർ ഓർഗാനിസം ആയിട്ടുള്ള അമീബ കണ്ടു, മൾട്ടി സെല്ലുലാർ ഓർഗാനിസം ആയിട്ടുള്ള ആനിമൽസ് കണ്ടു അല്ലേ. ഇനി പ്ലാന്റിനും കുറെ സെല്ലുകൾ ഉണ്ട് അല്ലെ. പ്ലാന്റില് എന്താ സംഭവിക്കുന്നത്? പ്ലാന്റില് from the external environment, substances enter the cytoplasm through various means. കുറെ ടൈപ്പില് ഓരോ സ്ഥലത്തിനനുസരിച്ചിട്ട് ഡിഫറെന്റ് ആയിട്ടുള്ള മെത്തേഡിലാണ് പ്ലാന്റില് ന്യൂട്രിയൻസ് എടുക്കുന്നത്. നോക്കാം. ത്രൂ ദി സെൽ വോൾ ആൻഡ് ത്രൂ എക്സ്ട്രാ സെല്ലുലാർ സ്പേസസ്. അപ്പം എക്സ്ട്രാ സെല്ലുലാർ സ്പേസസിൽ കൂടെയും സെൽ വോളിൽ കൂടെ ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്?
ന്യൂട്രിയൻസ് എടുക്കുന്നുണ്ട്. പ്ലാന്റിന് സെൽ വോൾ ഉണ്ട് അല്ലെ, നിങ്ങൾക്ക് അറിയാം പ്ലാന്റിന് സെൽ വോൾ ഉണ്ട്, പ്ലാന്റ് സെൽസിന് സെൽ വോൾ ഉണ്ട്. സെൽ വോൾ വഴിക്കാണ് ന്യൂട്രിയൻസ് എടുക്കുന്നത്. പിന്നെയോ ത്രൂ സൈറ്റോപ്ലാസ്മിക് കണക്ഷൻ കോൾഡ് പ്ലാസ്മോഡെസ്മാറ്റ. ഈ വേർഡ് നിങ്ങൾ മറക്കരുത്, പ്ലാസ്മോഡെസ്മാറ്റ. എന്താ പ്ലാസ്മോഡെസ്മാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, സൈറ്റോപ്ലാസ്മിക് കണക്ഷൻസ് ആണ് അല്ലെ. സൈറ്റോപ്ലാസം തമ്മിൽ കണക്ട് ചെയ്യുക. സെല്ലിന് സൈറ്റോപ്ലാസം ഉണ്ട്, വേറൊരു സെല്ലിന്റെ സൈറ്റോപ്ലാസമായിട്ട് എന്ത് ചെയ്യുക, കണക്ട് ചെയ്യുന്നതിനാണ് എന്ത് പറയുക, ആ ഒരു സൈറ്റോപ്ലാസം തമ്മിൽ ഇന്റർ കണക്ഷൻ ഉണ്ടെങ്കിൽ അതിനെയാണ് എന്ത് പറയുക, പ്ലാസ്മോഡെസ്മാറ്റ. പ്ലാസ്മോഡെസ്മാറ്റ വഴി സെൽ വോള് വഴി പോകുന്നുണ്ട്, പ്ലാസ്മോഡെസ്മാറ്റ വഴി പോകുന്നുണ്ട്, that connect adjacent cells. പിന്നെയോ from one cell to another through plasma membrane. അപ്പൊ പ്ലാസ്മ മെംബ്രെയിൻ വഴിയും ഒരു സെല്ലിന്ന് അഡ്ജസന്റ് സെല്ലില് സൈറ്റോപ്ലാസംസ് കണക്ട് ചെയ്ത കണ്ടോ നിങ്ങൾ, പ്ലാസ്മോഡെസ്മാറ്റ വഴി പോകുന്നുണ്ട് അല്ലെ. പിന്നെ എന്ത് വഴി പോകുന്നുണ്ട്, പ്ലാസ്മ മെംബ്രെയിൻ വഴി പോകുന്നുണ്ട്, പിന്നെയോ സെൽ വോള് വഴി പോകുന്നുണ്ട്. അപ്പം ഇത്രയും മെത്തേഡിൽ എന്ത് ചെയ്യുന്നുണ്ട്, പ്ലാന്റ് സെല്ലില് ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്നുണ്ട് അല്ലെ. സബ്സ്റ്റൻസസ് ഫ്രം ദി എക്സ്റ്റേണൽ എൻവയോൺമെന്റ് സെല്ലിലേക്ക് സൈറ്റോപ്ലാസത്തിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട് സെൽ വോൾ ഉണ്ട്, എക്സ്ട്രാ സെല്ലുലാർ സ്പേസസ്, പിന്നെ പ്ലാസ്മോഡെസ്മാറ്റ ഉണ്ട്, പിന്നെ പ്ലാസ്മ മെംബ്രെയിൻ ഉണ്ട്. അപ്പം ഇത്രയും മെത്തേഡിൽ, അപ്പം അമീബേന്റെ നമ്മൾ കണ്ടു, യൂണിസെല്ലുലാർ കണ്ടു, ആനിമൽ സെല്ല് കണ്ടു, മൾട്ടി സെല്ലുലാർ ആൻഡ് പ്ലാന്റ് സെല്ല് നമ്മൾ കണ്ടു. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കണ്ടത്. ഇനി ഒരു വേർഡ് പഠിക്കാൻ പോവാണ്. നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ഓർക്കാൻ പറ്റുന്നില്ലേ, അമീബേന്റെ കേസ് എങ്ങനെയായിരുന്നു, യൂണിസെല്ലുലാർ ഓർഗാനിസം ആയിരുന്നു അമീബ അല്ലെ. അമീബേന്റെ കേസ് പഠിച്ചു, ആനിമൽ സെല്ല് കണ്ടു, പ്ലാന്റ് സെല്ല് കണ്ടു. ന്യൂട്രിയൻസ് എങ്ങനെയാണ് എക്സ്റ്റേണൽ എൻവയോൺമെന്റിൽ നിന്ന് സെല്ലിന്റെ ഉള്ളിലേക്ക് കയറുന്നതെന്ന് നമ്മൾ നോക്കി. ഇനി നമ്മൾ നോക്കുന്നതാണ് വാട്ട് ഈസ് ഹോമിയോസ്റ്റാസിസ്. ഹോമിയോസ്റ്റാസിസ് കേട്ടിട്ടുണ്ടോ? ഹോമിയോസ്റ്റാസിസും ഉണ്ട്, ഹീമോസ്റ്റാസിസും ഉണ്ട്. അപ്പൊ നിങ്ങൾ സ്പെല്ലിംഗ് കറക്റ്റ് ആയിട്ട് നോക്കുക. ഹോമിയോസ്റ്റാസിസ് ആണ് HOMEOSTASIS, അതാണ് ഹോമിയോസ്റ്റാസിസ്. എന്താ ഹോമിയോസ്റ്റാസിസ് എന്ന് അറിയോ മക്കളെ? ഹോമിയോസ്റ്റാസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ ആനിമൽസ് ദ ഫ്ലൂയിഡ് found in the space between the cells, extracellular fluid serves as the internal environment. അപ്പം ഒരു ആനിമൽ സെല്ലിന്റെ ഇന്റേണൽ എൻവയോൺമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെല്ലിന്റെ ഇടയിലുള്ള ആ ഒരു സ്പേസ് അല്ലെ, അവിടെയുള്ള ഫ്ലൂയിഡ് ആണ് എന്ത്, എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് ആണ് എന്ത് ചെയ്യുന്നത്, അതിന്റെ ഇന്റേണൽ എൻവയോൺമെന്റ് ഫോം ചെയ്യുന്നത്. ആൻഡ് the internal environment of plants consists of cell walls and their components, extracellular fluid and air sacs between cells. അപ്പം പ്ലാന്റ് സെല്ലിലാണെന്നുണ്ടെങ്കിൽ അവരുടെ ഇന്റേണൽ എൻവയോൺമെന്റ് ഫോം ചെയ്യുന്നത് എന്താണ്, സെൽ വോൾസ് ഉണ്ട്, എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് ഉണ്ട്, ആൻഡ് എയർ സാക്സ് ബിറ്റ്വീൻ സെൽസ്. ആൻഡ് കീപ്പിംഗ് ദ കോമ്പോസിഷൻ ഓഫ് ദി, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേം ആണ് നിങ്ങൾ ഓർക്കണം. Keeping the composition of the internal environment constant is called homeostasis. അപ്പം നമ്മുടെ ഇന്റേണൽ എൻവയോൺമെന്റിലുള്ള കണ്ടീഷൻ അല്ലെ, നമ്മുടെ ഇന്റേണൽ എൻവയോൺമെന്റ് പ്ലാന്റ് സെല്ലിൽ എന്താന്ന് പറഞ്ഞു, ആനിമൽ സെല്ലിൽ എന്താണെന്ന് പറഞ്ഞു. ഈ ഒരു ഇന്റേണൽ എൻവയോൺമെന്റ് ഒരു കോമ്പോസിഷൻ എന്ന് പറയുന്നത് എപ്പോഴും സ്ഥിരമായിട്ട് അല്ലെ, നമ്മൾ കുറേ തണുപ്പിൽ പോകുമ്പോഴാണെങ്കിലും, നമ്മൾ കുറേ ചൂടിൽ പോകുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും കണ്ടീഷനിൽ നമ്മുടെ ബോഡി എക്സ്പോസ് ആകുമ്പോൾ ഒക്കെ നമ്മുടെ ബോഡിയിലുള്ള ടെമ്പറേച്ചറും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, മെയിൻറ്റെയിൻ ചെയ്ത് വെക്കണം അല്ലെ. അപ്പൊ നമ്മുടെ ബോഡി എപ്പോഴും എന്താക്കുക, സ്റ്റേബിൾ ആക്കിയിട്ട് വെക്കുന്നതിനാണ് ഹോമിയോസ്റ്റാസിസ് എന്ന് പറയുക. അപ്പൊ നമ്മുടെ ഇന്റേണൽ എൻവയോൺമെന്റ് എപ്പോഴും എന്താക്കി വെക്കുക, സ്റ്റേബിൾ ആക്കി വെക്കുന്നതിനാണ് എന്ത് പറയുന്നത്, ഹോമിയോസ്റ്റാസിസ് എന്ന് പറയുന്നത്. Okay, homeostasis needs to be maintained for the smooth functioning of metabolism. അപ്പം ഒരു ബോഡിയിൽ മെറ്റാബോളിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, മെറ്റാബോളിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഓർമ്മയുണ്ടോ? കെമിക്കൽ റിയാക്ഷൻസ് ആണ് അല്ലെ. നമ്മുടെ ബോഡിയിൽ നടക്കുന്ന എല്ലാ കെമിക്കൽ റിയാക്ഷൻസിനെയും നമ്മൾ മെറ്റാബോളിസം എന്നാ പറഞ്ഞത്. അപ്പം ആ ഒരു മെറ്റാബോളിസം നടക്കണം എന്നുണ്ടെങ്കിൽ ഹോമിയോസ്റ്റാസിസ് മെയിൻറ്റെയിൻ ചെയ്യണം.
disruption of the chemical composition of the internal environment can be threatening to life. എന്തെങ്കിലും നമ്മുടെ ഹോമിയോസ്റ്റാസിസിന് അല്ലെങ്കിൽ നമ്മുടെ ഇന്റേണൽ എൻവയോൺമെന്റിന് എന്തെങ്കിലും ഒരു പ്രശ്നം പറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ, സോഡിയം കൂടി അല്ലെ പൊട്ടാസ്യം കൂടി എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നത് കേൾക്കുന്നുണ്ടാവും അല്ലെ, ഷുഗർ കൂടി എന്നൊക്കെ നിങ്ങൾ കേൾക്കുന്നില്ലേ. അപ്പം ഹോമിയോസ്റ്റാസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ബോഡിയിലുള്ള ഇന്റേണൽ എൻവയോൺമെന്റ് എന്താക്കി വെക്കുക, ഡിസ്റപ്ഷൻ ഒന്നും ഇല്ലാതെ ഒരു പ്രശ്നവും ഇല്ലാതെ സൂക്ഷിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹോമിയോസ്റ്റാസിസ് എന്ന് പറയുന്നത്. സോ നമ്മൾ ഹോമിയോസ്റ്റാസിസ് എന്ന് പറയുന്ന ഒരു വേർഡ് പുതുതായിട്ട് പഠിച്ചു. ഓക്കെ, ആൻഡ് ഇത്രയുമാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ ഇൻട്രഡക്ഷൻ ആയിട്ട് പഠിക്കാനുള്ളത്. 2 ലൈഫ് പ്രോസസ്സസ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മൾ പഠിച്ചത് അല്ലേ. ഈ ചാപ്റ്ററിനകത്ത് ഇതുവരെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചത് നിങ്ങളൊന്ന് ഓർത്തു നോക്കിക്കേ. ഫസ്റ്റ് തന്നെ നമ്മൾ എന്ത് പഠിച്ചു? നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് അല്ലെ, ലിവിങ് ആയിട്ടുള്ള ആൾക്കാർ കാണിക്കുന്ന കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട്. ആ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നമ്മൾ കണ്ടു. ആൻഡ് അതിനകത്ത് എന്തൊക്കെയായിരുന്നു വരുന്നത്? മൂവ്മെന്റ് ഉണ്ട്, ഡൈജഷൻ ഉണ്ട്, എക്സ്ക്രീഷൻ ഉണ്ട്, ഗ്രോത്ത് ഉണ്ട്, റീപ്രൊഡക്ഷൻ ഉണ്ട്. ഇതൊക്കെ ലിവിങ് ആയിട്ടുള്ള ആൾക്കാർ കാണിക്കുന്നതെന്ന് പറഞ്ഞു. ആൻഡ് നമ്മുടെ ബേസിക് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് സെല്ലാണ്. നമ്മുടെ ബിൽഡിംഗ് ബ്ലോക്സ് എന്ന് പറയുന്ന ആൾക്കാരല്ലേ, ബയോമോളിക്യൂൾസ് ഉണ്ട്. ലിപ്പിഡ്, പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ്, പിന്നെ ആരായിരുന്നു ഉള്ളത്? ഫാറ്റ് അല്ലെ, ലിപ്പിഡ്, കാർബോഹൈഡ്രേറ്റ്, ന്യൂക്ലിക് ആസിഡ് അല്ലെ, ഇത്രയും ആൾക്കാരായിരുന്നു അല്ലെ ബയോമോളിക്യൂൾസ്. ഇതിനൊക്കെ നമ്മൾ എക്സാമ്പിൾസ് ഒക്കെ പഠിച്ചു അല്ലെ. എക്സാമ്പിൾ പഠിച്ചത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? കാർബോഹൈഡ്രേറ്റിന്റെ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ ആരെയാ പഠിച്ചത്? കാർബോഹൈഡ്രേറ്റ്, സൂക്രോസ് പഠിച്ചു അല്ലെ, സ്റ്റാർച്ച് പഠിച്ചു, ഗ്ലൂക്കോസ് പഠിച്ചു, സെല്ലുലോസ് പഠിച്ചു, ഫ്രക്ടോസ് പഠിച്ചു അല്ലെ, ഇത്രയും കാര്യങ്ങൾ. ആൻഡ് പ്രോട്ടീൻസ് ആണെന്നുണ്ടെങ്കിൽ എൻസൈംസും ഹോർമോൺസും, പിന്നെ ആരായിരുന്നു? ആന്റിബോഡീസ് ഉണ്ടായിരുന്നു. ലിപ്പിഡ് ആണെന്നുണ്ടെങ്കിൽ ഫാറ്റും ഓയിലും ഉണ്ടായിരുന്നു. ന്യൂക്ലിക് ആസിഡ് ആണെന്നുണ്ടെങ്കിൽ DNA-യും RNA-യും ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ എന്ത് പഠിച്ചു? എന്താ പഠിച്ചത്? പിന്നെ അതിനുശേഷം നമ്മൾ മെറ്റാബോളിസം എന്താണെന്ന് പഠിച്ചു അല്ലെ. മെറ്റാബോളിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ നടക്കുന്ന എല്ലാ കെമിക്കൽ റിയാക്ഷൻസിനെയും നമ്മൾ മെറ്റാബോളിസം എന്ന് പറഞ്ഞു. അതിനകത്ത് അനാബോളിസവും ഉണ്ട്, കാറ്റാബോളിസവും ഉണ്ട്. അനാബോളിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള അല്ലെ, എന്തെങ്കിലും ഉണ്ടാക്കുന്നത്, ചെറിയ ആൾക്കാരെ ചേർന്നിട്ട് വലിയൊരാൾ ഉണ്ടാവുന്നതിനാണ് അനാബോളിസം എന്ന് പറയുക. നമ്മൾ ഫോട്ടോസിന്തസിസ് ഒക്കെ അതിനകത്ത് ജസ്റ്റ് പറഞ്ഞു. ആൻഡ് കാറ്റാബോളിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള റിയാക്ഷൻസ് അല്ലെ. എക്സാമ്പിൾ നമ്മൾ പ്രോട്ടീനിന്റെ വിഘടിച്ചിട്ട് എന്ത് ഫോം ചെയ്യുന്നുണ്ട്? അമിനോ ആസിഡ് ഫോം ചെയ്യുന്നത് കാറ്റാബോളിസത്തിന്റെ എക്സാമ്പിൾ ആണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മൾ വേരിയസ് മീൻസ് അല്ലെ, നമ്മുടെ എക്സ്റ്റേണൽ എൻവയോൺമെന്റ് നിന്ന് എങ്ങനെയാണ് ഇന്റേണൽ എൻവയോൺമെന്റ് നിന്ന് സെല്ലിലേക്ക് എങ്ങനെയാണ് കണ്ടൻസ് പോകുന്നത്, എങ്ങനെയാണ് ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞു അല്ലെ. അമീബയിൽ എങ്ങനെയാണെന്ന് പറഞ്ഞു, മൾട്ടി സെല്ലുലാർ ഓർഗാനിസത്തിലൊക്കെ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. പിന്നെ നമ്മൾ ഹോമിയോസ്റ്റാസിസ് എന്താണെന്നാണ് നോക്കിയത് അല്ലെ. ഹോമിയോസ്റ്റാസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഇന്റേണൽ കണ്ടീഷൻ ഉണ്ട് അല്ലെ, ഒരു എൻവയോൺമെന്റ്. ആ ഒരു എൻവയോൺമെന്റ് കോൺസ്റ്റന്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഹോമിയോസ്റ്റാസിസ് എന്ന് പറയുന്നത്. എന്തെങ്കിലും ഒരു ചേഞ്ച് സംഭവിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ജീവന് തന്നെ എന്താണ്, ഭീഷണിയാവുമെന്ന് നമ്മൾ പഠിച്ചു. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറഞ്ഞത്. നിങ്ങൾ നന്നായിട്ട് വായിക്കുക. പുതിയ ടേംസ് ഒക്കെ നിങ്ങൾ കേൾക്കുന്നുണ്ടാവുമായിരിക്കും. ആദ്യമൊക്കെ പേടി ഉണ്ടാവും, പക്ഷെ നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക, പിന്നെയും റിപ്പീറ്റഡ് ആയിട്ട് കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഓക്കെ, നമുക്ക് ചാപ്റ്ററിന്റെ ബാക്കി പോർഷൻസ് വേറൊരു സെഷനിൽ ഡിസ്കസ് ചെയ്യാം.